ഓക്കെ ഓക്കെ. ക്രിയേറ്റ് ചെയ്ത വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടേക്കണേ. ഹലോ, ഇന്നലത്തെ മോക്ക് ടെസ്റ്റ് ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ. അറ്റൻഡ് ഇപ്പൊ ചെയ്തോ? വന്നതാണ്. ഇല്ല ഇല്ല, ഇപ്പൊ വന്നതാന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ നോക്കി, അപ്പൊ വന്നില്ല. ഈ ക്ലാസ്സിന് മുമ്പേ നോക്കിയപ്പോഴത്തേക്കും വന്നിട്ടില്ലായിരുന്നു. 2:15 വന്നിരിക്കണേ. ഓക്കെ ഓക്കെ. നമ്പർ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ വാട്സപ്പില് ക്രിയേറ്റ് ചെയ്തിട്ട്. ഹലോ, ഹരിത ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചേക്കണേ. വന്നിട്ടുണ്ട്, നോക്കി എടുത്ത് നോക്ക്. ടീം ഹോസ്പിറ്റലാണോ? ഹോസ്പിറ്റൽ വാരിയേഴ്സ്. ടീം ഹോസ്പിറ്റൽ വാരിയേഴ്സ് ആണോടാ? അത് തന്നെയാണ്. ഓക്കെ ഓക്കെ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ സർ. നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും മൈക്കൂറിൽ മ്യൂട്ട് ചെയ്യുക. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. യെസ് യെസ് യെസ്. സർ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. റൈറ്റ്. ഇന്ന് നമുക്ക് ഈ ക്ലാസിന്റെ പകുതിയിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസിന്റെ 2ാം ഭാഗമാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലെ നോൺ അക്കാദമിക് ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്റെ പേര് ജയദേവ് എന്നാണ്. ഞാൻ ഇന്ന് ഈ ഒരൊറ്റ ദിവസം മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുള്ളൂ. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ കോൺവെക്കേഷൻ സമയത്തായിരിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിനകത്ത് ടീച്ചർമാര് ഈ കോഴ്സിന്റെ സാധ്യതകളെ സംബന്ധിച്ച് ബാക്കി അക്കാദമിക് കാര്യങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നോൺ അക്കാദമിക് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയേറെ സംശയങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഡ്മിഷൻ എടുത്തിട്ടുള്ളത് വ്യത്യസ്ത ഓഫീസുകളിലുള്ള നമ്മുടെ PR-മാരാണ്. അപ്പോ അവർ തമ്മിൽ നടത്തിയിട്ടുള്ള ആശയവിനിമയത്തിൽ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഒരു ആശയവ്യക്തത കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ഏറ്റവും ആധികാരികമായി പറയുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഏറ്റവും ആധികാരികമായിട്ടുള്ളത് എന്നാണ് ആദ്യമേ പറയാനുള്ളത്. ഓക്കെ, മറ്റൊന്ന്, നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ചോ ബാക്കി ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ചിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ആശയങ്ങളോ സംശയങ്ങളോ ഉണ്ട് എങ്കിൽ നിങ്ങളത് വിളിച്ചു ചോദിക്കേണ്ടത് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആളുകളോട് മറ്റുമല്ല, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്നെ നിങ്ങൾ നേരിട്ട് വിളിക്കുക. നമ്മുടെ ഇവിടെ നിന്ന് ഇവിടുത്തെ PR-മാരുടെ നമ്പർ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആർക്കെന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ചു ചോദിക്കാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ ക്ലാസ്സിൽ 1 മണിക്കൂർ സെഷൻ കഴിഞ്ഞത് കൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും പറയാനുള്ള ഒരു സമയക്കുറവുണ്ട്. നമ്മള് സാധാരണഗതിയിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 2 മണിക്കൂർ എടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. നമ്മൾ പക്ഷെ ഇതൊന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാൻ വേണ്ടിയാണ് ആലോചിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് നിർത്താനായിട്ട് സാധിക്കും. നിങ്ങൾ 3 ക്ലാസ് തീരുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ വന്നിട്ടുള്ളത്. ഈ കോഴ്സ് മറ്റു കോഴ്സുകളിൽ നിന്ന് ഈ കോഴ്സിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് ആധുനിക കാലത്തിൽ അനന്തമായ സാധ്യതകളുള്ള ഒരു കോഴ്സാണ് എന്നുള്ളതുകൊണ്ട്. ഒരാൾ ഹോട്ടൽ മാനേജ്മെന്റിനകത്ത് കുക്കറി, ഫുഡ് പ്രൊഡക്ഷൻ പഠിക്കാൻ പോയാൽ അദ്ദേഹത്തിന് ആ കോഴ്സ് കഴിയുമ്പോൾ ജോലി ലഭിക്കുന്നത് കുക്കായിട്ടായിരിക്കും, ഷെഫായിട്ടായിരിക്കും. ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ഒരാൾക്ക് ജോലി ലഭിക്കുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് മറ്റു കോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് ഈ ഒരു കാരണമാണ്. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോബ് റോളുകളിലേക്കല്ല, മറിച്ച്
15 മുതൽ 19 വരെയുള്ള ജോബ് റോളുകളിലേക്ക് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾക്കകത്തുള്ള 15 മുതൽ 19 വരെയുള്ള ജോബ് റോളുകളിലേക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഒരൊറ്റ കോഴ്സിലൂടെ 15 ജോബ് റോൾ നേടാനുള്ള എലിജിബിലിറ്റി നിങ്ങൾ നേടിക്കഴിയുകയാണ്. അതാണ് ഈ കോഴ്സിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നാട്ടില് വളരെയധികം അതിവേഗത്തിൽ വളർന്നു വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മെഡിക്കൽ ഫീൽഡ് അഥവാ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആ ഇൻഡസ്ട്രിക്കകത്ത് വരുന്ന 10,000-കണക്കിന് തൊഴിലവസരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിന്റെ കാര്യങ്ങൾ ഞാൻ തുടർന്ന് പറയാം. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ആപ്പുകളാണ് വേണ്ടത്. പ്രധാനമായും 2 ആപ്പുകളാണ് വേണ്ടത്. ഏതൊക്കെ ആപ്പാണ് എന്നൊന്ന് പറയാമോ? കമോൺ. ഒന്ന് ഗൂഗിൾ മീറ്റ്, ഒന്ന് ഗൂഗിൾ ക്ലാസ്. മീറ്റ് എന്ന് പറയുന്നത് നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, നോട്ടുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് നടക്കുന്ന ഗൂഗിൾ മീറ്റിലെ ലൈവ് ക്ലാസിന്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് തൊട്ടടുത്ത പ്രവൃത്തി ദിവസമായിരിക്കും ലഭിക്കുക. തൊട്ടടുത്ത പ്രവൃത്തി ദിവസമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അത് തൊട്ടടുത്ത ദിവസം ഉച്ചക്ക് ഒരു 2 മണിക്ക് മുമ്പായിട്ടായിരിക്കും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും ഗൂഗിൾ ക്ലാസ്സിലെ റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമാകും. ഈ കാര്യം എല്ലായ്പ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കുക. അതാത് ദിവസം തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിലെ റെക്കോർഡ് ക്ലാസ് കിട്ടുന്നതല്ല, തൊട്ടടുത്ത ദിവസങ്ങളിലായിരിക്കും കിട്ടുന്നത്. ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ക്ലിയർ ആയെന്ന് കുറെ പേരുടെ തമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ചോദ്യം, നിങ്ങൾക്ക് ചൊവ്വാഴ്ച കിട്ടുന്ന ലൈവ് റെക്കോർഡ് ക്ലാസ് ഏത് ദിവസത്തെ ആയിരിക്കും? ശരി. ബുധനാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എന്താണ് കിട്ടുക? ചൊവ്വാഴ്ച ഉച്ചയാകും. വ്യാഴാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് എന്ന് കിട്ടും. വ്യാഴാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് ബുധനാഴ്ച കിട്ടും. ബുധനാഴ്ച വ്യാഴാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് വെള്ളിയാഴ്ച കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം, നിങ്ങൾക്ക് തിങ്കളാഴ്ച കിട്ടുന്ന റെക്കോർഡ് ക്ലാസ് ഏത് ദിവസത്തെയായി? വെള്ളിയാഴ്ചത്തെ. ഫ്രൈഡേ ഗുഡ് ഫ്രൈഡേ. തെറ്റിക്കോ? തിങ്കളാഴ്ച നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടുന്നതല്ല, വെള്ളിയാഴ്ചത്തെ ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ് ശനിയാഴ്ച കിട്ടും. സോ നിങ്ങൾക്ക് മൺഡേ റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടുന്നതല്ല. തിങ്കളാഴ്ച ഉച്ചാവുമ്പോ സാറേ എനിക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടിയിട്ടില്ല, ഫോൺ വരലോട് വരവാണ് ഫസ്റ്റ് ബാച്ചിലൊക്കെ തുടങ്ങുമ്പോഴേ. അതുകൊണ്ടാണ് ഇത് ചെറിയ കാര്യം എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഭാഗം കഴിഞ്ഞു. നമ്മുടെ അടുത്തത്, ഈ ക്ലാസ്സിനകത്ത് 2 ക്ലാസ്സുകളിലേക്കുള്ള വിദ്യാർത്ഥിനികളാണ് ഉള്ളത്. ഈ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സിൽ ഏതൊക്കെ ക്ലാസ്സുകളാണ് അറിയോ? ഡിപ്ലോമയുടെ ഉണ്ട്, പിജിയുടെ ഉണ്ട്. ഡിപ്ലോമയുണ്ട്, പിജി ഉണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഡിഫറൻസ് ബിറ്റ്വീൻ ഡിപ്ലോമ ആൻഡ് പിജി. ഡിപ്ലോമക്ക് 4 മൊഡ്യൂളാണ് ഉള്ളത്. എത്ര മൊഡ്യൂളാണ്? 4 മൊഡ്യൂൾ. 4 ഉള്ളത്. പിജിക്ക് 7 മൊഡ്യൂളാണ് ഉള്ളത്. പിജിക്ക് 7 മൊഡ്യൂളാണ് ഉള്ളത്. ഓക്കെ, ഡിപ്ലോമയ്ക്ക് ഉള്ള 4 മൊഡ്യൂളുകളും പിജിക്കുള്ള ആദ്യത്തെ 4 മൊഡ്യൂളുകളും സെയിം തന്നെയാണ്. അതുകൊണ്ട് ആദ്യത്തെ 4 മൊഡ്യൂള് ഡിപ്ലോമ വിദ്യാർത്ഥികളും പിജി വിദ്യാർത്ഥികളും ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്. ശേഷം ഡിപ്ലോമയുടെ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് പിജി വിദ്യാർത്ഥികൾക്ക് പിജിയുടെ ക്ലാസ് ആരംഭിക്കുക. അത് 4 മാസം കൊണ്ട് 3 മൊഡ്യൂൾ കൂടി എക്സ്ട്രാ പഠിപ്പിക്കുന്നതാണ്. അപ്പോ 10 മാസമാണ്. 10 മാസമായി കഴിയുമ്പോഴാണ് അവർക്ക് പിജിയുടെ ബാക്കിയുള്ള 3 എക്സാം. ഡിപ്ലോമയുടെ ആദ്യത്തെ 4 എക്സാമിനോട് ഒപ്പം തന്നെയാണ് പിജി വിദ്യാർത്ഥികളും ഈ ആദ്യത്തെ 4 പേപ്പറുകൾ എഴുതേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ കഴിയുന്നു.
ആ ലോഡ് കഴിഞ്ഞു. പിന്നെ അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതേ ഇല്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത 3 പരീക്ഷ മാത്രമായിട്ട് പഠിച്ചാൽ മതി. എളുപ്പമുള്ള കാര്യമല്ലേ PG വിദ്യാർത്ഥികൾക്ക്, അല്ലേ? അതെ, ഓക്കെ. ഡൗട്ട് ചോദിച്ചോട്ടെ? ഒറ്റ കാര്യം ഭീമ, പ്ലീസ് മ്യൂട്ട്. ഹരിത മ്യൂട്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു തീർക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള മുഴുവൻ സംശയങ്ങളും ഒന്നുകിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെക്കാം, അതല്ലെങ്കിൽ അവസാനം എന്നോട് നേരിട്ട് ചോദിക്കാം. ഈ ക്ലാസ്സിലുള്ള അവസാന വിദ്യാർത്ഥിയുടെ അവസാന സംശയത്തിന് മറുപടി പറഞ്ഞിട്ടേ നമ്മൾ ഇന്ന് സെഷൻ അവസാനിപ്പിക്കുകയുള്ളൂ. ഓക്കെ, കാരണം കുറച്ച് നിങ്ങൾ ചോദിക്കാൻ വരുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാകാം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു, എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു, അത് PG കാര്യമാണ്. PG-ക്കാർക്ക് 7 മൊഡ്യൂൾ ഉണ്ടാവും, ഡിപ്ലോമക്കാർക്ക് 4 മൊഡ്യൂൾ ഉണ്ടാവും. ഡിപ്ലോമക്കാർക്കും PG-ക്കാർക്കും ഈ എക്സാമുകൾ നടക്കുന്നത് 60 മാർക്കിലാണ്. 60 മാർക്ക്, 50 മിനിറ്റ് ആണ് നിങ്ങളുടെ എക്സാം സമയം. 10 മിനിറ്റോ 15 മിനിറ്റോ എടുത്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്ത് തീർക്കാനേ സാധിക്കും. ഇറ്റ്സ് വെരി ഈസി, വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, PG വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലുകളിൽ 19ഓളം ജോബ് റോളുകളും ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലുകളിൽ 15ഓളം ജോബ് റോളുകളുമാണ് ലഭിക്കുന്നത്. +2 അടിസ്ഥാന യോഗ്യതയുള്ളവർക്കാണ് ഡിപ്ലോമ. PG എന്ന് പറയുന്നത് അടിസ്ഥാന യോഗ്യത ഡിഗ്രിയാണ് വേണ്ടത്. ഇത്രയുമാണ് പ്രാഥമികമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. എങ്കിലും 2024 നവംബർ മാസം 1 മുതൽ +2 ഉള്ളവർക്കും PG എടുക്കുന്നതിനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിട്ട് ഈ ക്ലാസ് തീരുന്ന സമയത്ത് ഞാൻ പറയുന്നതാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുകൊണ്ട് അന്നേരം ചോദിക്കാം. അപ്പൊ PG-യുടെ കാര്യം നമ്മൾ പറഞ്ഞു, ഡിപ്ലോമയുടെ കാര്യം പറഞ്ഞു. അടുത്തത് എക്സാമിനെ സംബന്ധിച്ചിട്ടാണ്. 50 മിനിറ്റ് ആണെന്ന് പറഞ്ഞു. ഒരു മാർക്ക് വീതമുള്ള 60 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഓരോ പേപ്പറിന്റെയും ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. ഔട്ട് ഓഫ് 100 ആണ്. ആ 100-ലെ 100 മാർക്കിനകത്ത് 60 മാർക്ക് നിങ്ങൾ പരീക്ഷ എഴുതി നേടേണ്ട മാർക്കാണ്. 40 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇന്റേണൽ മാർക്കാണ്. ഇന്റേണൽ മാർക്കിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതോ അതൊന്നുമല്ല. നിങ്ങൾ അക്കാദമിക് മാർക്കിൽ 60 മാർക്കുള്ള പരീക്ഷക്കകത്ത് നിങ്ങൾ 30 മാർക്ക് നേടി എന്ന് വിചാരിക്കുക. ഇന്റേണൽ മാർക്ക് 40-ലാണ്. അപ്പോ 60-ന്റെ പകുതി 50% മാർക്കാണ് 30. ആ 50% മാർക്ക് നിങ്ങൾ അക്കാദമിക്കലി പരീക്ഷ എഴുതി നേടിയെങ്കിൽ ഇന്റേണൽ മാർക്കിന്റെ 40 മാർക്കിൽ 50% എന്ന് പറയുന്ന 20 മാർക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആകും. അപ്പൊ അങ്ങനെ ആകെ നിങ്ങൾക്ക് 50 മാർക്കായിരിക്കും ലഭിക്കും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. 60 മാർക്കാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അതിൽ പകുതി മാർക്ക് നിങ്ങൾ നേടിയാൽ ഇന്റേണൽ മാർക്ക് പകുതി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആണ്. ഓക്കെ, അങ്ങനെയാണ് മൊത്തം മാർക്ക് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. ക്ലിയർ? ഇതാണ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. എക്സാം ഓൺലൈൻ എക്സാം ആയിരിക്കും. നിങ്ങൾക്ക് തൊഴിലിടത്തിലിരുന്നോ നിങ്ങളുടെ വീട്ടിലിരുന്നോ സൗകര്യപ്രദമായ സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഓൺലൈൻ എക്സാം ലൈവ് വീഡിയോ റെക്കോർഡഡ് ആയിരിക്കും. വീഡിയോ സ്ട്രീമിംഗ് ആയിരിക്കുമെങ്കിലും അത് റെക്കോർഡഡ് ആയിരിക്കും. മെയിൻ എക്സാമിനകത്ത് RSDCA-യുടെയും SDC കാനഡയുടെയും 2 പ്രതിനിധികൾ, ഓരോ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെയും ഓരോ പ്രതിനിധികൾ ഷാഡോ ഇൻവിജിലേറ്റർമാരായിട്ട് ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് AI ഡിറ്റക്ട് ചെയ്തിട്ടാണ് അതിന്റെ വാല്യുവേഷൻ ആരംഭിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ നമ്മുടെ വിദ്യാർത്ഥിനികളുടെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാനായി പാടുള്ളതല്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എക്സാം സമയത്ത് ഗൈഡ് എടുത്ത് വെച്ച് പരീക്ഷ എഴുതുക, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് പരീക്ഷ എഴുതുക, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ എക്സാമിൽ നിന്ന് ഡിമാർഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഹിസ്റ്ററിയിൽ ഇതുവരെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എങ്കിലും നിങ്ങളെല്ലാവരുടെയും ഈ പേരുകളൊക്കെ കാണുമ്പോൾ നല്ല കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിച്ച് വെച്ചതേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയാലോ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. കേട്ടോ? ക്ലിയർ? അടുത്തത്. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ? അയ്യോ, ഒറ്റ ഹരിത നോട്ട് ചെയ്ത് വെച്ചോ. എന്റെ ഫ്ലോപ്പ് പോകൂടാ. ഞാൻ നല്ല പഠിച്ചിട്ട് നിൽക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടാ.
ഞാൻ പറഞ്ഞതാ, എല്ലാ സംശയത്തിനും മറുപടി പറയാട്ടോ. അടുത്തത് ഡിപ്ലോമയുടെ ഫീസ് എന്ന് പറയുന്നത് 7,000 രൂപയും പിന്നെ PGയുടെ ഫീസ് എന്ന് പറയുന്നത് 13,000 രൂപയുമാണ്. ഫീസ് കളക്ട് ചെയ്യുന്നതിനുള്ള കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ആദ്യത്തെ 1000 രൂപ രജിസ്ട്രേഷൻ ഫീസാണ്. സർട്ടിഫിക്കേഷൻ കൗൺസിലിൽ നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ എക്സാം ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഉപയോഗിക്കുന്നത്. അതൊരു കാരണവശാലും തിരിച്ചു കിട്ടുന്നതല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് കഴിഞ്ഞിട്ട് അടക്കുന്ന പൈസ തിരിച്ചു കിട്ടുന്നു. ഇവിടെ അടക്കുന്ന ഒരു പൈസയും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതല്ല. അത് പ്രത്യേക ഓർമ്മയിൽ വെക്കുക. എന്തുകൊണ്ടാണ് അത്? അതൊരു ന്യായമില്ലാത്ത കാര്യമാണല്ലോ സാറേ എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷെ തോന്നിയേക്കാം. ഞാൻ പറയാം കാരണം കേട്ടോ. നിങ്ങളിൽ നിന്ന് നമ്മൾ തരുന്ന സർവീസിന്റെ പൈസ മാത്രമാണ് നമ്മൾ ഈടാക്കുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ ഇന്നത്തെ ഫീസ് എന്ന് പറയുന്നത് 1,25,000 രൂപ മുതൽ 1,50,000 രൂപ വരെയാണ്. ഡിപ്ലോമ കോഴ്സിന് 30,000 മുതൽ 80,000 രൂപ വരെ ഫീസ് വാങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുണ്ട്. നമ്മള് മാസം 1,000 രൂപ വീതം മാത്രമാണ് നിങ്ങളിൽ നിന്നും ഈടാക്കുന്നത്. മാസം 1,000 രൂപ മാത്രമാണ് നിങ്ങളിൽ നിന്നും വാങ്ങുന്നത്. വളരെ നാമമാത്രമായിട്ടുള്ള ഒരു ഫീസ് മാത്രം വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അത് സ്മാർട്ട് സിറ്റിയുടെ സാമൂഹിക പ്രതിബദ്ധതയാണ്. കഴിഞ്ഞ 14 വർഷക്കാലമായി ഞങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കോഴ്സുകളും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ബാക്ക്ബോൺ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പഠിപ്പിക്കുന്നതിന്റെ 10% ഫീസ് മാത്രം ഈടാക്കിക്കൊണ്ട് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഒരുമിച്ച് നമ്മൾ ഒരു പൈസയും വാങ്ങുന്നില്ല. മാസം മാസമാണ് പൈസ വാങ്ങുന്നത്. നമ്മൾ തരുന്ന സർവീസ്, അതാത് മാസം തരുന്ന സർവീസിന്റെ പൈസയാണ് നമ്മൾ നിങ്ങളിൽ നിന്നും ഈടാക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അടുത്ത കാര്യം, ഫീസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു കുറെ PROമാരുണ്ടാകും. പേയ്മെന്റ് സെക്ഷനിലെ PROമാര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അവരെ കോണ്ടാക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീസിന്റെ തീയതി ഇത്ര തീയതിയാണെന്നും ആ തീയതിക്കുള്ളിൽ നിശ്ചയമായും ഫീസ് അടക്കണമെന്നുള്ള കാര്യം പറയും. അതിനുശേഷം ഒരു മെസ്സേജ് കൂടി ഇടും, ഒരു റിമൈൻഡർ മെസ്സേജ്. ആ ഡേറ്റിന് ശേഷവും പൈസ അടച്ചില്ല എങ്കിലാണ് പിന്നെ അവർ നിങ്ങളെ തുടർച്ചയായി കോണ്ടാക്ട് ചെയ്യുകയുള്ളൂ. ഒരു കാരണവശാലും ആരും ഏതെങ്കിലും കാരണവശാൽ, നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ, വിവിധങ്ങളായിട്ടുള്ള അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള ദുരിതങ്ങൾ കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ ഏതെങ്കിലും ഒരു മാസത്തെ ഫീസ് അടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടുന്ന് PROമാര് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുകയോ മെസ്സേജ് ചെയ്യാതിരിക്കുകയോ മെസ്സേജ് കണ്ടിട്ട് ബ്ലൂടിക്ക് വീണിട്ട് റിപ്ലൈ കൊടുക്കാതിരിക്കുകയോ ചെയ്യരുത്. ഇത് എന്റെ ഒരു അപേക്ഷയാണ്. നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും ഫീസ് അടക്കുന്നതിന് ബുദ്ധിമുട്ട് വന്നാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ നിങ്ങൾ ആ കാര്യങ്ങൾ തുറന്നു പറയുക. അവരോട് പറയാൻ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് തരും. എന്റെ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വിളിക്കുക. ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഈ കാര്യം പറയുക. നമുക്ക് ആ കാര്യത്തിന്റെ പരിഹാരം ഉണ്ടാക്കാനായി സാധിക്കും. ഫീസ് അടക്കാൻ ഒരു മാസത്തെ ഫീസ് അടക്കാൻ പറ്റിയില്ല എന്നുള്ള കാരണം കൊണ്ട് ഈ ക്ലാസ്സിൽ നിന്ന് ഒരാളെ പോലും ഈ റിമൂവ് ചെയ്യുന്നതല്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഓക്കെ, ഇതാണ് ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എക്സാം നിങ്ങൾക്ക് ആദ്യം ഒരു മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. അത് എന്തിനാണെന്ന് വെച്ചിട്ട് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന എക്സാം ആണ്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുകൾ കഴിയുമ്പോഴായിരിക്കും ആ എക്സാം ഉണ്ടായിരിക്കുക. ആ എക്സാം നടത്തുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ പരീക്ഷാ രീതികൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും രണ്ടാമത് പഠിച്ച പാഠഭാഗങ്ങൾ രണ്ടാമതൊന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് പ്രധാനമായും എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. അടുത്തത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ആ ചോദ്യം ഇതാണ്. ആദ്യമായി 7,000 രൂപയുടെ ഒരു പോസ്റ്റർ നിങ്ങളുടെ മുന്നിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആദ്യമായി നിങ്ങൾക്ക് തോന്നൽ എന്തായാലും പറഞ്ഞ ഒരു തോന്നലും തോന്നിയില്ല. ഇപ്പിക്കുന്ന പോലെ ജോബ് ഓപ്പർച്യൂണിറ്റികൾ വഴിയായിട്ട് തോന്നിയത് ഫസ്റ്റ് തന്നെ. എന്തായിരുന്നു? കണ്ടപ്പോൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ടുള്ള ഒരു വഴി, ഒരു കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിട്ട്. ഓക്കെ, ഒരാൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി, ഒരു കരിയർ ഓപ്പൺ ചെയ്യാനുള്ളതായിട്ട് തോന്നുന്നു. വേറെ ആൾക്ക് ഫീസ് കുറവാണോ തോന്നുന്നു. വേറെ ആൾക്ക് ജെന്യൂൻ ആണോന്ന് സംശയം തോന്നുന്നു. ഓക്കെ, പിന്നെ അങ്ങനെ തോന്നിയാൽ എത്ര പേരുണ്ട്? കൈ വെക്കാൻ പറഞ്ഞാൽ വീട്ടിലിരുന്ന് കൈ വെക്കാൻ ഞാൻ കാണില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ പറയാം, ഇത്രയും പേർക്ക് തട്ടിപ്പാടെന്ന് തോന്നി. മനസ്സിലായില്ലേ? അത് നമ്മുടെ ഒരു പ്രശ്നമാണ്. നിങ്ങളെ കുറ്റം പറയൂല.
കാരണം 35,000 രൂപ ആണ് ഇവിടുത്തെ ചപ്പടാച്ചി ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ മേടിക്കുന്നത്. 80,000 രൂപക്കും ഈ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 60,000 രൂപ 80,000 രൂപ വരെ. 80,000 രൂപക്ക് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് വെറും 7,000 രൂപക്ക് പഠിപ്പിക്കുമ്പോൾ ഒന്നെങ്കിൽ ഈ കോഴ്സ് നടത്തുന്നവന്മാർക്ക് കുറ്റപ്രാന്തായിരിക്കണം, അതർവൈസ് ഇത് തട്ടിപ്പാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ്. അല്ലാതെ എങ്ങനെയാണ് 7,000 രൂപയ്ക്ക് ഇത് പഠിപ്പിക്കാൻ സാധിക്കുക? ഇല്ല, ഇതേ കോഴ്സ് പഠിക്കുന്ന ഒരു കുട്ടീനോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഫീസ് എത്രയാണ്, അപ്പൊ 20,000 എന്നാ പറഞ്ഞവര്. 20,000. അപ്പൊ ഇത് ഫസ്റ്റ് വന്ന് കണ്ടപ്പോ ഇപ്പൊ സംശയം ഇത് ശരി തന്നെയായിരിക്കും അപ്പൊ അന്വേഷിച്ച്, അപ്പൊ നമുക്കൊരു ജോലി എന്തായാലും വേണമെന്നുള്ളൊരു മനസ്സിലായി സലീന. അപ്പോ കിട്ടിയ ഡ്യൂട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്നത് പോലെ ഈ ക്ലാസ്സിൽ ചേർന്നിട്ടുള്ള കുറെ ആളുകളുണ്ട്. എന്ന് വെച്ചാൽ തട്ടിപ്പാണോ എന്ന് ഉള്ള സംശയമുള്ളവരുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ ഇത് തട്ടിപ്പല്ല എന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് ഒന്നാമത്തെ കാര്യം ഇതാണ്, ഇപ്പൊ തട്ടിപ്പല്ല എന്നുള്ള കാര്യം മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഇതുവരെയുള്ള ക്ലാസ് വെച്ചിട്ട് നല്ലൊരു ക്ലാസ് ആണ്, നല്ല മനസ്സിലാക്കി തരുന്നുണ്ട്. ഒറ്റ കാര്യം പറയാം സലീന. ഈ ക്ലാസ് തുടങ്ങിയ ആദ്യത്തെ തിങ്കളാഴ്ച മുതൽ ഈ ക്ലാസ് അവസാനിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ആയിരിക്കും നിങ്ങൾക്ക്. ആ ക്ലാസ് അവസാനിക്കുന്ന അവസാന വെള്ളിയാഴ്ച വരെയും നമ്മൾ ഇവിടുന്ന് നൽകുന്ന ക്ലാസ്സുകൾ മുഴുവനും ഇങ്ങനെ തന്നെയായിരിക്കും. ഇതെന്റെ പ്രോമിസ് ആണോ. നല്ല ക്ലാസ് നല്ലോണം മനസ്സിലാക്കി തരുന്നുണ്ട്. 14 വർഷക്കാലമായിട്ട് സ്മാർട്ട് ശ്രീയുടെ സാരഥികൾ 2 പേരാണ്, അതിലൊരാളാണ് ഞാൻ. ഓക്കെ, അപ്പോ അതിന് സാരഥ്യം വഹിക്കുന്ന ഒരാൾ എന്നുള്ള തരത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്വാളിറ്റി സർവീസ് എന്താണോ അതേ ക്വാളിറ്റിയിൽ തന്നെയായിരിക്കും അവസാന നിമിഷം വരെയും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകാത്ത പോലെ ഉള്ള ഒരു സർവീസ് നമുക്ക് കൊടുക്കുന്നത്. അതെന്താണെന്നറിയോ? മോക്ക് ടെസ്റ്റ് ആണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? ഈ ക്ലാസ്സിനകത്ത് ചേർന്നിട്ടുള്ള ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ വീട്ടമ്മമാരാണ്. വീട്ടമ്മമാരുടെ ദുഃഖവും ദുരിതവും എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് ഞങ്ങൾ. എന്താ അവരുടെ ദുഃഖവും ദുരിതവും? ഒരു ദുഃഖവുമില്ല, ഒരു ദുരിതവുമില്ല. വളരെ സന്തോഷപ്രദമായ പിന്നൊരു സംശയം, ഇത് പഠിക്കാനാവോ? കുറെ കാലം വീട്ടിലിരുന്നതാണല്ലോ. നമുക്ക് സംശയം പറയാം, നമുക്ക് ഷെയർ ചെയ്യാം. നിങ്ങളെല്ലാ ഫീഡ്ബാക്ക് ഞാൻ എടുക്കണ്ട. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മുടെ കേരളത്തിലെ വീട്ടമ്മമാരൊരു ദുഃഖവും ദുരിതവും ഇല്ലാതെ ഉല്ലാസമാവയിൽ ആടിപ്പാടി പോകുന്ന ആളുകളാണ്. അങ്ങനെയാണോ? അങ്ങനെയല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ നടു വളച്ച് നടു ഒടിച്ച് എല്ലി മുറിയെ പണിയെടുത്താലും വീട്ടിലെ പണി തീരൂല. വീട്ടിൽ മിറ്റമടിക്കുന്നത്, പാത്രം കഴിയുന്നത്, കറിക്കരിയുന്നത്, പാചകം ചെയ്യുന്നത്, വിറക് കെട്ടുന്നത്, വിറകെട്ടടിപ്പില്ല, ഗ്യാസ് തീരുമ്പോ ഗ്യാസ് കുത്തി പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നത് ആടി? വീട്ടമ്മമാർ. കോളേജിൽ പഠിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. പൂത്തുമ്പികളെ പോലെ പാടി കണക്കുകയായിരുന്നു. 2 ചെറുകൾ അങ്ങാട് പറക്കുന്നു, ഇങ്ങോട്ട് പറക്കുന്നു. എന്നൊരു ഉദാഹരണമായ ഉജ്ജ്വലമായ കാലമായിരുന്നു. കല്യാണം കഴിഞ്ഞതോടുകൂടി പൂത്തുമ്പിയുടെ 2 ചിറകുകളും വെട്ടിക്കളഞ്ഞു. ഉത്തരവാദിത്തങ്ങളുടെ പെരുമാറ്റമൊക്കെ പൂത്തുമ്പി വിറങ്ങലിച്ച് നിൽക്കുന്നു. എന്തിനാണ് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം എന്ന് ആലോചിച്ചുകൊണ്ട് പൂത്തുമ്പി വിറങ്ങലിച്ച് ആ ബീഫിന് തീ കൂട്ടിയിട്ട് ചെറുത് ചായുന്ന ആലോചന എടുക്കില്ല. അത് കണ്ടതല്ല. എന്റെ ജീവിതം ഈ അടുക്കള കളിച്ചിട്ട് പോകുമോ എന്നുള്ള ആദ്യം കൊണ്ട് വ്യാകുലപ്പെടുന്ന വീട്ടമ്മമാരാണ് കേരളത്തിൽ ഭൂരിപക്ഷം പേര്. വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്. വീട്ടുകാരോട് ചോദിച്ചു നോക്കിയേ, കെട്ടികളോട് ചോദിച്ചു നോക്കിയേ, എന്താണോ പുറത്തൊരു പണിയാ വീട്ടിൽ പുറത്തുള്ള പരിചയപ്പെടാന്ന് വെച്ചു. നിങ്ങളിവിടെ നോക്കിയത് ഞാൻ ഇന്ന് ഗവൺമെന്റ് സർവീസിലാണ്. വൈഫ് വേറെ പണിയൊന്നുമില്ല, ഒരു പണിയിലാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് രാത്രി 11, 12 വരെ പണി വെക്കുന്ന വീട്ടിലേക്ക് കെട്ടിയൊക്കെ ഒരു പണിയില്ല എന്ന് പറയുന്ന ഒരു സാമൂഹിക അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഇവര് കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് പിന്നെ ഇങ്ങനെ നിന്ന് എങ്ങനെയെങ്കിലും പണ്ടാറങ്ങാനായിട്ട് ഈ അടുക്കളച്ചോറുകൾ കൊള്ളുന്നു രക്ഷപ്പെട്ട് പുറത്ത് കിടന്ന് ഇത്തിരി കാറ്റും വെളിച്ചവും തലക്കകത്തോട്ട് കയറണം. ഒരു ജോലിയും പണിയെത്തിപ്പിടിക്കണം. സ്വാഭിമാനത്തോടെ സാമ്പത്തിക സ്വാശ്രയത്വത്തോടെ നിൽക്കണം എന്ന് ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഴ്സിനകത്ത് വന്നു ചേർന്നിട്ടുള്ളത്. ഈ കോഴ്സിനകത്ത് വന്നു ചേരുമ്പോഴും ഇത്രയും കാലം പഠിക്കാനിരുന്ന ആളുകളാ, നാളും പഠിച്ചിട്ടില്ലാതെ പഠനം പുസ്തകം അടച്ച് പെട്ടിയിലാക്കി പോട്ടത്ത് വെച്ചു. ഇപ്പോ
ഒരു 5, 6, 7, 8, 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുസ്തകം എടുക്കുമ്പോൾ ഒരു പറയല് വരുന്നതായിരിക്കും, ഇത് പഠിച്ച് തീർക്കാനായിട്ട് പറ്റുമോ പടച്ചോനെ എന്നുള്ളൊരു ആശങ്കയാണ് ഉള്ളത്. അവർക്ക് ഒരുപക്ഷെ തീർച്ചയായിട്ടും ആശങ്കയുണ്ട് അങ്ങനെ പഠിച്ചു കഴിയുമെന്നുള്ള. 2 മണിക്കൂർ ലൈവ് ക്ലാസ്സിനകത്ത് ചെലവഴിക്കാൻ സമയം ഉണ്ടാവുന്നതാണ്. പാല് തിളപ്പിക്കാൻ വേണ്ടി സ്റ്റൗവിന്റെ മുകളിൽ വെച്ചിട്ടാണ് ലൈവ് ക്ലാസ്സിന്റെ അടുത്ത് വന്ന് വെച്ചത്. 4 മണിക്ക് കുട്ടികൾ വരും വീട്ടിൽ, അവർക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടുകുച്ചിരി പുട്ടിട്ടിട്ടാണ് ലൈവ് ക്ലാസ്സിന് ഇവിടെ വന്ന് നിൽക്കുന്നത്. വീഡിയോ കാണാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു അപ്പോഴത്തത് നമുക്ക് പറഞ്ഞുകൂടാ. ഓക്കെ, എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത് നയൻതാര മോഹൻലാൽ പറഞ്ഞിട്ട് വെച്ചാലേ അപ്പോ അത് നമുക്കറിയില്ല. അപ്പോ നിങ്ങളിതൊക്കെ കേൾക്കുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ കിട്ടിയിരുന്ന് വായിട്ടരച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല് അങ്ങനെ ആശങ്കപ്പെടുന്നവർക്ക് പഠിക്കണം. അവരെ പഠിപ്പിക്കണമെങ്കിൽ സാധാരണ രീതിയിൽ പഠിപ്പിച്ചാൽ പറ്റുമോ? പറ്റൂല. സാധാരണ രീതിയിൽ പഠിപ്പിച്ചാൽ പറ്റൂല. അപ്പൊ പഠിപ്പിക്കുന്ന ഓർമ്മയിൽ നിലനിൽക്കുന്നതിന് ചില ടെക്നിക്കുകളുണ്ട്. ഈ ഓർമ്മ എന്ന് പറയുന്നതിന് വലിയ പ്രശ്നമുണ്ട്. അറിയോ? ഓർമ്മ എന്ന് പറയുന്നതിൽ വലിയ പ്രശ്നമുണ്ടെന്ന്. വലിയ പ്രശ്നമുണ്ട് ഓർമ്മ എന്ന് പറയുന്നത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞു, തടി കൂടി, എന്ത് ചെയ്യും നിങ്ങൾ? ഡയറ്റ് എടുക്കും ഇല്ലേ? ഡയറ്റ് എടുക്കൂലേ? ഡയറ്റ് എടുക്കും. പിന്നെ എക്സർസൈസ് ചെയ്യും. എന്തിനു വേണ്ടി എക്സർസൈസ് ചെയ്യും? തടി കുറക്കാനായി എക്സർസൈസ് ചെയ്യുന്നു. തടി കുറക്കാനേ എക്സർസൈസ് ചെയ്യും ഭൂരിപക്ഷം വരുന്ന ആളുകളെ. പക്ഷേ അതുപോലെ തന്നെ ഒരു സാധനമാണ് ഓർമ്മ നമുക്ക് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ വേണ്ട സാധനം. അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കൂല. ഓർമ്മയിൽ ഓരോ കാര്യങ്ങളും നിലനിർത്തുന്നതിന് ഒരു ടെക്നിക്ക് ഉണ്ട്. ശ്രദ്ധേയമായൊരു കഥയുണ്ട്. ഞാൻ സാധാരണഗതിയിൽ ഒരു 2-2.5 മണിക്കൂർ എടുത്ത് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ക്ലാസ് ഇങ്ങനെ കൊണ്ടുപോകാറ്. പക്ഷേ എന്റെ കഥയൊന്നും പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ കഥ മാത്രം പറയാണ്. സ്ത്രീകളിലെ ഓംശക്തി ആളുകളെ കാണോ പെണ്ണുങ്ങളെ കാണോ കൂടുതൽ? അറിയോ നിങ്ങൾക്ക്? ആർക്കാണ്? ലേഡീസിനാണ്. ഒരു തർക്കമില്ല കേട്ടോ. രാജമാഷും ലതിക ടീച്ചറും, 2 പേര്, രാജമാഷും ലതിക ടീച്ചറും. രാജമാഷ് ഒരു സ്കൂളിലെ ഹെഡ് മാഷാണ്. ലതിക ടീച്ചർ മറ്റൊരു സ്കൂളിലെ ടീച്ചറാണ്. ഓക്കെ, അപ്പോ രാജമാഷ് സ്കൂളിൽ നടക്കുന്ന എല്ലാ കഥകളും വന്ന് ടീച്ചറിനോട് പറയും. ആരോട്? ലതിക ടീച്ചറിനോട് പറയും. ലതിക ടീച്ചറിന്റെ സ്കൂളിൽ നടക്കുന്ന എല്ലാ വിശേഷങ്ങളും രാജമാഷിനോടും പറയും. അങ്ങനെ രാജമാഷ് ഒരു ദിവസം വന്ന് ലതിക ടീച്ചറിനോട് പറഞ്ഞതിൽ ഒരു പുതിയ അപ്പോയിന്റ്മെന്റ് ഒരു ടീച്ചർ പുതിയതായിട്ട് വന്നു. എവിടെ? രാജമാഷിന്റെ സ്കൂളിൽ ഒരു ടീച്ചർ പുതിയതായിട്ട് വന്നു. ആ ടീച്ചറിന്റെ പേര് സുമംഗല എന്നാണ്. സുമംഗല ടീച്ചർ വന്നു. സുമംഗല ടീച്ചർ നല്ല ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. നല്ല മിടുക്കിയാണ്, ചെറുപ്പമാണ്, നല്ല വൃത്തിയായ ഡ്രസ് കോഡ്, നല്ല പങ്ക്ച്വാലിറ്റി ഉണ്ട്, വർക്ക് ഡെഡിക്കേഷൻ ഉണ്ട്. കുറെ കാര്യങ്ങൾ സുമംഗല ടീച്ചറിനെ കുറിച്ച് പറഞ്ഞു. സുമംഗല ടീച്ചറിന്റെ അച്ഛനും അമ്മയും നമ്മളെ പോലെ തന്നെ ടീച്ചർ ദമ്പതികളായിരുന്നു. സഹോദരന്മാരിങ്ങനെ ഇന്ന സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്നു. ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തില് രാജമാഷ് ഒരു കാര്യം കൂടി പറഞ്ഞു. എതിരെ സുമംഗല ടീച്ചറിന്റെ മേൽച്ചുണ്ടിന്റെ മുകളിൽ മീശയിലെ ഒരു നേർത്ത കറുത്ത മറകുണ്ട്, ബ്ലാക്ക് ബോൾ, ഒരു നേർത്ത മറകുണ്ട് എന്നുകൂടി രാജമാഷ് പറഞ്ഞു. രാജമാഷിന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ്. ലതിക ടീച്ചറിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. പിറ്റേ ദിവസം രാജമാഷ് സ്കൂളിൽ പോകുന്നു, ലതിക ടീച്ചർ വേറൊരു സ്കൂളിൽ പോകും. കാലം അങ്ങനെ പൊഴിഞ്ഞു വീണു. ദിനങ്ങളും രാത്രികളും പൊഴിഞ്ഞു വീണു. സൂര്യനും ചന്ദ്രനും മാറി നക്ഷത്രങ്ങൾ പെയ്തു തുടങ്ങി. മഴയും മഞ്ഞും ഒക്കെ വന്നു. ഹേമന്തവും ഗ്രീഷ്മവും ശിശിരവും വന്നു. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. 10-16 കൊല്ലം കഴിഞ്ഞു. 10-16 കൊല്ലം കഴിഞ്ഞു അല്ലേ? ഒരു 1.5 പതിറ്റാണ്ട് കഴിഞ്ഞു. 1.5 പതിറ്റാണ്ട് കഴിഞ്ഞ സമയത്ത് രാജമാഷ് സ്കൂളിൽ പോകുന്നു, ലതിക ടീച്ചർ പോകുന്നു. ഒരു ദിവസം രാജമാഷ് വളരെ ദൂരെയുള്ള സ്കൂളിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സുമംഗല ടീച്ചറിന്റെ സ്കൂളിലല്ല. നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല. സുമംഗല ടീച്ചർ സ്കൂളിലല്ല, അവിടെ മാറി. ഓക്കെ, രസം എന്താണെന്ന് വെച്ചാല് രാജമാഷ് തിരിച്ചു വരുമ്പോൾ രാജമാഷ് ബസ് ഇറങ്ങിയിട്ട് നടന്നു വരണം. രാജമാഷിന്റെ വീട് എന്ന് പറഞ്ഞൊരു വലിയ പറമ്പിന്റെ നടുക്കാണ്. കുറെ വഴിയുണ്ട്. ഈ വഴി കൂടെ നടന്നു വരുമ്പോൾ തൊട്ടപ്പുറത്താ സെയ്തുഖാന്റെ വീട്ടിൽ പെരവണി നടക്കാണ്. രാവിലെ പോകുമ്പോൾ അവിടെ കരിങ്കല്ലടിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം വരുമ്പോൾ ഈ കരിങ്കല്ലടിച്ചിട്ടിട്ടുണ്ടായിരുന്നു വഴിയില്. സെയ്തുഖ ഈ രാജമാഷ നടന്നു വരുന്ന രാജമാഷിന്റെ വഴിയില് സെയ്തുഖാന്റെ വീട്ടിൽ
പെരവണിയാൻ വേണ്ടിയുള്ള കരിങ്കൽ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. രാജമാഷ് ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് രാവിലെ പോകുമ്പോ കരിങ്കൽ ഉണ്ടായില്ലല്ലോ, അപ്രതീക്ഷിതമായിട്ടാണ് കരിങ്കല്. രാജമാഷ് കാണാൻ പറ്റിയ ഇരുട്ടത്ത് തപ്പിത്തടച്ചതുമ്പോ വീണ് രാജമാഷിന്റെ നെറ്റി പൊട്ടി. ഓക്കെ, അയ്യോ എന്ന് പറഞ്ഞ് രാജമാഷ് ഒച്ചയെടുത്തു. ആൾക്കാരൊക്കെ കൂടി ഓടി വന്നു, വീട്ടിൽ കൊണ്ടുവന്നാക്കി. ലതിക ടീച്ചർ ഇവിടെ ചോരയൊക്കെ തുടച്ചു കളഞ്ഞ് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയതിന് ശേഷം നിങ്ങൾ അങ്ങ് എന്ത് ചോദിക്കും രാജമാഷോട്? ഇങ്ങനെ കെട്ടിയവരാണെങ്കിലും ഒരു മറ്റേ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് രാത്രി മുഴുവൻ കിടക്കിലേക്ക് എടുത്തിട്ട് എന്ത് പറയുന്നു നിങ്ങൾ? ആരും അവർ മറുപടി പറയാമോ? അത്രയും കുഞ്ഞു മാർക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇത്രയും വലിയ ലതിക ടീച്ചർ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാല്, എടോ മനുഷ്യ രാജമാഷ്, തനിക്ക് സുമംഗല ടീച്ചറിന്റെ മീശമോളം മറകി കാണാനായിട്ട് പറ്റി, ചെയ്തുക്കാണാൻ വീട് പണിയാനിട്ട കരിങ്കലിൽ കാണാൻ പറ്റിയില്ലേ? അതിനകത്തെ കാര്യമുണ്ടോ? ഓക്കെ, സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ ഒരു രസകരമായിട്ടുള്ള കഥ പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർമ്മ എന്തെന്നാ പറയുന്നത്, സ്ത്രീകളിലെ ഓർമ്മയുള്ളവരുണ്ട്. സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ആണുങ്ങളെ അപേക്ഷിച്ചില്ല, കമ്പാരിറ്റീവ്ലി സ്ത്രീകൾ കുറെ കാര്യങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ശ്രദ്ധിക്കേണ്ടതല്ലാത്ത കാര്യങ്ങൾ കുറെ കൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കും. അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓക്കെ, അത് നിൽക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഈ പഠനഭാഗങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തരുന്ന ഒരു സർവീസാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. മോക്ക് ടെസ്റ്റ് വളരെ എളുപ്പത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവീസാണ്. 4 ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഈ കുറച്ച് ദിവസം നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും പരമാവധി ചെയ്യണം നിങ്ങൾ. കാരണം 1, 2, 3, 4 എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തി കളിക്കുന്ന പോലെ കുത്തി കളിച്ച അവസാനം സബ്മിറ്റ് ചെയ്യുമ്പോൾ തെറ്റായ ഉത്തരം തെറ്റിയതും ശരിയായ ഉത്തരം നിങ്ങളെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. ശരി ഉത്തരം ഇന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അത് നിങ്ങളുടെ ഓർമ്മയിൽ ഫീഡ് ചെയ്യും. മനസ്സിലായി? ലതിക ടീച്ചറിന്റെ തലയിൽ 16 കൊല്ലം മുമ്പ് പറഞ്ഞ സുമംഗല ടീച്ചറിന്റെ മറക് പതിഞ്ഞതുപോലെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ ടച്ച് ചെയ്ത് പോകുമ്പോ നിങ്ങൾ ആ ഉത്തരങ്ങൾ, തെറ്റിപ്പോയ ഉത്തരങ്ങൾ അറിയാതെ നിങ്ങൾ തലച്ചോറിൽ ഫീഡ് ചെയ്യും. അപ്പോ വീട്ടമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് എക്സാമുമായും പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എക്സാം കഴിഞ്ഞു നിങ്ങൾ വലിയ മാർക്കൊക്കെ മേടിച്ച് പാസ്സായി. കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? സർട്ടിഫിക്കറ്റ് കിട്ടും. എന്ത് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്? കമോ, എന്ത് സർട്ടിഫിക്കറ്റ് കിട്ടും? സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്താണ് കേട്ടില്ല പൂജ? ഓക്കെ, ഞാൻ പറയാം. സർട്ടിഫിക്കറ്റ് 7000 രൂപയുടെ സർട്ടിഫിക്കറ്റ്, 150 രൂപയാണ് മാങ്ങാലി ബിരിയാണിയുടെ വില. വഴി കൂടെ നെച്ചിയുടെ പോകുമ്പോ ഈ ഓട്ടോയില് 80 രൂപക്ക് ബിരിയാണി, 80 രൂപയുടെ ബിരിയാണിയിൽ കോഴിക്കാൽ ഉണ്ടാവുമോ? നമുക്ക് സംശയമാണ്. ഓക്കെ, 80 രൂപയുടെ ബിരിയാണിയിൽ കോഴിക്കാൽ ഉണ്ടാവുമോ എന്ന് സംശയം. പുറത്ത് 150 രൂപയുടെ ബിരിയാണി, 150 രൂപയുടെ ബിരിയാണിക്കൊപ്പം 2 കാല് അല്ല, 1 കാലും 1 കഷ്ണവും ഉണ്ടാവും, മസാല ഉണ്ടാവും, അച്ചാറും അച്ചമ്പറും അല്ലെ, സലാഡും ഉണ്ടാവും. 80 രൂപയുടെ ബിരിയാണി ഇതൊക്കെ കിട്ടും? സംശയം. അവിടെ 80,000 രൂപ കോഴ്സ്, ഇവിടെ 20,000 രൂപ കോഴ്സ്, ഇവിടെ 7,000 രൂപ കോഴ്സ്. അപ്പൊ സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം. സർട്ടിഫിക്കറ്റിന്റെ ഗുണഗണങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ളത് നിങ്ങളൊന്ന് കേൾക്കുക. നമ്മുടെ സർട്ടിഫിക്കറ്റ് 7 ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഒന്നാമത്തേത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡിയാണ്. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തേത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഓൺലൈൻ വെരിഫിക്കേഷൻ? ഓൺലൈൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ആയിട്ട് ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് സമർപ്പിച്ചാലും അവിടെയുള്ള എംപ്ലോയർക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായി സാധിക്കും. സർട്ടിഫിക്കറ്റിനകത്ത് ഒരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് സ്കാൻ ചെയ്താൽ നേരെ പോകുന്നത് എവിടെയാ? സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിലേക്കാണ്. ആ വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ അവിടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോ എന്റെ മുന്നിൽ കാണുന്ന ഒരു പേര് ഹരിത അനിൽ, ഷാലി ഫിറോസ്, അനില രാജ്, സലീന സിറാജ്,
ഇത്രയും പേരുകളൊക്കെയാണ് ഞാൻ കാണുന്നത് ഇവിടെ. അപ്പോ നിങ്ങളുടെയൊക്കെ ചിരിച്ചിരിക്കുന്ന മുഖം എന്ന് വെച്ചാൽ ചിരിച്ച ഫോട്ടോ കൊടുത്താലാണ് ചിരിക്കുന്ന ഇതുണ്ടാവുന്നത്. സാറെന്ന് പറഞ്ഞാൽ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ടാവും. ചിരിച്ചിരിക്കുന്ന ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ കൊടുക്കുന്നെങ്കിൽ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ സർട്ടിഫിക്കറ്റിലും ഉണ്ടാകും. അപ്പോ നിങ്ങളുടെ മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടാകും, നിങ്ങളുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, എത്ര നാളാണ് ഈ കോഴ്സ് നിങ്ങൾ പഠിച്ചതെന്നുണ്ടാവും, എത്ര മാർക്ക് വാങ്ങിയാണ് നിങ്ങൾ ഈ കോഴ്സ് പാസ്സായതെന്നുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ആണോ, സെക്കൻഡ് ക്ലാസ് ആണോ, തേർഡ് ക്ലാസ് ആണോ, ഈ വക കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും, സർട്ടിഫിക്കറ്റ് നമ്പർ. ആ നമ്പർ അടിച്ചു കൊടുത്താൽ 3655 സലീന സുറാജ് അവിടെ വരും. അപ്പോ ആ എംപ്ലോയർ ലോകത്തിന്റെ ഏതുകൊള്ളായിക്കോട്ടെ, ഓസ്ട്രേലിയയോ മഡഗാസ്കറോ യൂറോപ്പോ അമേരിക്കയോ ആഫ്രിക്കയോ എവിടെയും കൊള്ളട്ടെ, ഈവൻ തിരുവനന്തപുരമോ കാട്ടാക്കാടയോ എവിടെയും കൊള്ളട്ടെ, അവിടെ ഇതുകൊണ്ട് പരിശോധിക്കാൻ അതിന്റെ എംപ്ലോയർക്ക് സാധിക്കുന്നതാണ്. അതിന് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയ സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഇന്ത്യൻ എംബസി? ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരത്വമുള്ള ഏതൊരാളുടെയും ടൂറിസ്റ്റായി പോവുകയോ വിദ്യാർത്ഥിയായി പോവുകയോ വർക്കറായി പോവുകയോ ജോബ് വിസയിലേക്ക് പോവുകയോ ചെയ്യുന്ന മുഴുവൻ ഇന്ത്യൻ പൗരന്മാരുടെയും കാര്യങ്ങൾ ഔദ്യോഗികമായി കൈകാര്യം ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ് ഇന്ത്യൻ എംബസി. ആ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയ സർട്ടിഫിക്കറ്റ് ആണ് RSDCA സർട്ടിഫിക്കറ്റ്. അടുത്തത് മോഫ അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയുള്ള അഞ്ചാം ഗവൺമെന്റിന്റെ ഒരു വിഭാഗമാണ് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. SSLC, +2, ഡിഗ്രി, PG ഇതെല്ലാം നിങ്ങൾ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ ഈ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കൂടി എൻ്റർ ചെയ്യാനായി സാധിക്കുന്നതാണ്. അതുകൂടാതെ UAE അറ്റസ്റ്റേഷൻ, സൗദി അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ ഒക്കെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് IS സർട്ടിഫിക്കറ്റ് ആണ്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. ഇത് ഈ കോഴ്സിനൊപ്പം തികച്ചും സൗജന്യമാണ്. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റ് 1 രൂപ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തരേണ്ടതില്ല. 1 രൂപ നിങ്ങൾ കോഴ്സ് ഫീസ് അല്ലാതെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വേറെ പൈസ ഒന്നും തരേണ്ടതില്ല. മനസ്സിലായി? സർട്ടിഫിക്കറ്റ് കോഴ്സിനൊപ്പം അറ്റാച്ച്ഡ് ആണ്. നിങ്ങൾ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സാം ഫീസ് മാത്രം അടച്ചാൽ മതിയാണ്. ഡിപ്ലോമയുടെ എക്സാം ഫീസ് എന്ന് പറയുന്നത് 1500, പിന്നെ നമ്മുടെ PGയുടെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 1800 ആയിരിക്കും. ഡിപ്ലോമയുടേത് 1500, PGയുടേത് 1800 ആയിരിക്കും. ഇതാണ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇതുകൂടാതെ വിദേശത്തേക്ക് പോകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. SDC കാനഡ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. ഗ്ലോബലി ആക്സെപ്റ്റ് ചെയ്യുന്ന 140-ലേറെ ലോകരാഷ്ട്രങ്ങളിൽ തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക വക്താവായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് SDC കാനഡ എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ കൗൺസിൽ. SDC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാകും. അത് ഓപ്ഷണൽ ആണ്. താല്പര്യമുള്ളവർ മാത്രം മേടിച്ചാൽ മതി. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മേടിക്കേണ്ടതില്ല. വിദേശത്തേക്ക് പോകുന്നവർ മാത്രം മേടിച്ചാൽ മതി. ഡിപ്ലോമയ്ക്ക് ഓപ്ഷൻ സർട്ടിഫിക്കറ്റിന് 1500 രൂപയും ഡിഗ്രിക്ക് ഓപ്ഷൻ സർട്ടിഫിക്കറ്റിന് PGക്ക് 1800 രൂപയും ആയിരിക്കും. 1500 ഡിപ്ലോമയ്ക്കും PGക്ക് 1800 ആയിരിക്കും. ഇതാണ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പറയാം തസ്മി അതിലൂടെ കടന്നു വരുന്നു. അപ്പോ സർട്ടിഫിക്കറ്റിന്റെ കാര്യമായിരുന്നു. SDC കാനഡയുടെ സർട്ടിഫിക്കറ്റ് അതൊരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ആ സർട്ടിഫിക്കറ്റ് എന്തിനാണ് നിങ്ങൾക്ക് തരുന്നത്? വിദേശ രാഷ്ട്രങ്ങളിൽ ഡ്യുവൽ സർട്ടിഫിക്കറ്റ് ഉള്ള കോഴ്സുകളെ, സ്കിൽ കോഴ്സുകളെ പ്രീമിയം കോഴ്സുകളായി പരിഗണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നത്. വിദേശത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടും. നമ്മളെല്ലാവരും എൻട്രി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നാം ചെല്ലുന്ന എല്ലായിടത്തും നമുക്ക് പ്രയോറിറ്റി കിട്ടാൻ, സാമൂഹിക അംഗീകാരം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരു ജോലി സ്ഥലത്ത് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു മുൻതൂക്കം കിട്ടണം. അതേ വേണ്ടിയിട്ടാണ് ഈ SDCയുടെ സർട്ടിഫിക്കറ്റ് തരുന്നത്. നിങ്ങൾ സാരി സാധാരണ ഉടുക്കുന്നത് അതിന്റെ ഫ്ലിപ്പ് അഥവാ
മുന്താണി ഇങ്ങനെ മടക്കി ഇട്ടല്ലേ ഇങ്ങനെ ഇടാറുള്ളത് അല്ലെ? പക്ഷെ നിങ്ങളുടെ കെട്ടിയോ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു സ്നേഹ സമ്മാനമായി തന്നിരിക്കുന്നു ഈ മുന്താണിയിൽ നിറയെ കല്ല് വെച്ചിട്ടുള്ള, തിളങ്ങുന്ന കല്ല് വെച്ചിട്ടുള്ള, ഗിൽറ്റിൽ വെച്ചിട്ടുള്ള മനോഹരമായ ഒരു സാരി. തൊട്ടടുത്ത ആഴ്ചയിൽ നാത്തൂന്റെ അനിയന്റെ കല്യാണമാണ്. അന്ന് നിങ്ങൾ സാരി എടുക്കുമ്പോൾ സാധാരണ നിങ്ങൾ ഈ മുന്താണി മടക്കി വിടുന്ന ആള് അങ്ങനെയായിരിക്കില്ല സാരി എടുക്കുന്നത്. ഈ സാരിയിലെ ഗിൽറ്റികളും കല്ലുകളും നാട്ടുകാരെ മുഴുവൻ കാണുന്ന രീതിയിൽ ഈ ഇടത്തെ കൈ തട്ടി ഇങ്ങനെ വെച്ചിട്ട് സീരിയലിലൊക്കെ കണ്ടിട്ടില്ലേ, രാജാക്കന്മാർ അവരുടെ ഉത്തരയും എടുത്തിട്ട് കൈമ കൊളുത്തിയിടുന്ന പോലെ ഈ സാരിയുടെ മുന്താണെടുത്ത് നേരെ കൊണ്ടുവന്ന് അങ്ങനെ കൈമിങ്ങനെ വെക്കും. ഈ കൈ ഒരു നമ്മുടെ ഒരു അരക്കെട്ടോടെ അല്പം കൂടി പൊക്കത്തിൽ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടായിരിക്കും നിങ്ങളെ കല്യാണം വീട്ടിലൂടെ നടന്നു ചെയ്യുന്നത്. എന്താ കാരണം? നിങ്ങൾക്ക് അപ്പോൾ എൻട്രി വേണം, നിങ്ങളെ ശ്രദ്ധിക്കണം. അത്രയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അപ്പോൾ മുൻഗണന കിട്ടും. എല്ലാവരും നോക്കുന്നേ കണ്ട ജോസഫിന്റെ കെട്ടിയോളെ കണ്ട നല്ല ഗൃഹസാരിയാണല്ലേ എന്നീ ചേച്ചിമാരൊക്കെ കൂടി അടക്കം പറയും. മനസ്സിലായി? അപ്പോ അങ്ങനെ പറയാൻ വേണ്ടിട്ട് നമ്മൾ ഈ കൈയൊക്കെ പൊക്കി പിടിച്ച് വൈകുന്നേരം വരെ കൈ പൊക്കി പിടിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം സിംഗിൾ ലെയർ ആയിട്ട് ഇട്ടിട്ട് പോകുന്നു. ഞാൻ കണ്ടു പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ റൈറ്റ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ SDC കാനഡ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ കൂടി വിശദീകരിച്ചു കഴിഞ്ഞാൽ എന്റെ ദൗത്യം പൂർത്തിയായി. പിന്നെ സംശയം ചോദിക്കുക എന്നുള്ള നിങ്ങളുടെ ദൗത്യമാണ്. ഓക്കെ, എന്റെ ദൗത്യത്തിൽ അടുത്തത് എനിക്ക് പറയാനുള്ളത് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. സ്കിൽ കോഴ്സുകൾക്ക് 2024 നവംബർ മാസം 1-ാം തീയതി മുതൽ സ്റ്റഡി മെറ്റീരിയലുകൾ കമ്പൽസറി ആക്കിക്കൊണ്ട് സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ നോംസ് ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ 2024 നവംബർ 1 മുതൽ സ്റ്റഡി മെറ്റീരിയൽ കമ്പൽസറി ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് അതിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഡിപ്ലോമയ്ക്ക് അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഡിപ്ലോമയുടെ ടെക്സ്റ്റ് ബുക്കിന് 1900 രൂപയാണ്. 1900 രൂപയാണ്. അതിനോടൊപ്പം ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിനോടൊപ്പം ഒരു ഗൈഡ് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കുന്നതാണ്. ആ ഗൈഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഗൈഡിന്റെ പ്രത്യേകതയുണ്ട്. നിങ്ങൾ ലൈവ് ക്ലാസ് കണ്ടില്ലെങ്കിലും റെക്കോർഡ് ക്ലാസ് കണ്ടില്ലെങ്കിലും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ല എങ്കിലും, ലൈവ് ക്ലാസ് കണ്ടില്ല, റെക്കോർഡ് ക്ലാസ് കണ്ടില്ല, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട, സമയമില്ലാത്ത ഒരാൾക്ക് ആ ഗൈഡ് മാത്രം വായിച്ചു പഠിച്ചാൽ 100% മാർക്കും പരീക്ഷയ്ക്കകത്ത് വാങ്ങാനായി സാധിക്കുന്നതാണ്. ഈ ഗൈഡിൽ നിന്ന് മാത്രമേ, ഇതൊരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സാണല്ലോ, ആ പർട്ടിക്കുലർ സിലബസിൽ നിന്നല്ലാതെ, ആ ഗൈഡിൽ നിന്നല്ലാതെ ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് മെയിൻ എക്സാമിന് ഉണ്ടായിരിക്കുന്നതല്ല. മെയിൻ എക്സാമിന് ആ ഗൈഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോ കയ്യിലുള്ള ഗൈഡ് നന്നായി പഠിക്കുക എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉജ്ജ്വലമായ മാർക്ക് വാങ്ങാനായി സാധിക്കുന്നതാണ്. 1900 രൂപയാണ് ടെക്സ്റ്റ് ബുക്കിന്റെയും ഈ ഒരു ഗൈഡിന്റെയും കൂടി ആകെയുള്ള വില എന്ന് പറയുന്നത്. അത് നിർബന്ധമായും വാങ്ങേണ്ടതാണ്. ഈ കോഴ്സിന് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരേ ഒരു കാര്യം സ്റ്റഡി മെറ്റീരിയൽ വാങ്ങുക എന്നുള്ളതാണ്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ മാസമോ അടുത്ത മാസമോ വാങ്ങാനായി സാമ്പത്തികമായി പ്രശ്നമുണ്ടെങ്കിലും 3-ാം മാസമെങ്കിലും നിർബന്ധമായും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിരിക്കുക. ടെക്സ്റ്റ് ബുക്ക് വാങ്ങാതെ ആരെങ്കിലും പരീക്ഷ എഴുതാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വ്യാമോഹമാണ് മോനെ ദിനേശ എന്ന് മോഹൻലാല് പറയൂലേ, അതുപോലെ പറയേണ്ട വരും. എന്താന്ന് വെച്ചാല് ഈ ഫൈനൽ എക്സാം എന്ന് പറയുന്നത് ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതല്ല. ഞങ്ങൾ സ്മാർട്ട്സി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഈ കോഴ്സിന്റെ ട്യൂട്ടോറിയൽ ചെയ്യുന്ന സ്ഥാപനം മാത്രമാണ്. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡിയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർബന്ധമായിട്ടുള്ള നിബന്ധനകൾ പാലിക്കാത്ത ഒരാളില്ല, അവര് ഫൈനൽ ലിസ്റ്റിൽ അപ്രൂവ് ചെയ്ത് തരില്ല.
നിങ്ങളുടെ അഡ്മിഷൻ രജിസ്റ്ററിനകത്ത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ പേയ്മെന്റ് വന്നതിന്റെ ഡോക്യുമെന്റും നിങ്ങളുടെ ഇൻവെന്ററി ഇവിടെ സ്റ്റഡി മെറ്റീരിയൽ ഡിസ്പേഴ്സ് ചെയ്തതിന്റെ ഡോക്യുമെന്റും വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ 6 മാസം കൂടുമ്പോഴുള്ള 3 മാസം കൂടുമ്പോഴുള്ള ഈ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ഇൻസ്പെക്ഷനകത്ത് അത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഫൈനൽ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് അപ്രൂവ് ചെയ്ത് വരികയുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായും ഈ ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിയിരിക്കേണ്ടതാണ്. ഇനി ആർക്കെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇപ്പൊ തന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകാം. കാരണം നിങ്ങൾ ഈ കോഴ്സിൽ ഫീസ് അടച്ച് പഠിച്ചതുകൊണ്ട് എക്സാം എഴുതാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് തരാനായി ഞങ്ങൾക്ക് സാധിക്കില്ല. അത് സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് വെച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതുവരെ ഈ മാർക്കും അനുമതി കൊടുത്തിട്ടില്ല, ഇനി അനുമതി കൊടുക്കുകയുമില്ല. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഭാഗം പ്രധാനമായി പറയാനുള്ളത്. PGയുടെ ടെക്സ്റ്റ് ബുക്കിന്റെ മൊത്തം വില ആദ്യത്തെ 4 മൊഡ്യൂള് കൂടാതെ PGയുടെ വേറെ ഉണ്ടല്ലോ 3 മൊഡ്യൂള്, 2 ഗൈഡ് ഉണ്ടാവും PGക്ക്. ഡിപ്ലോമയുടെ ഗൈഡും PGയുടെ വേറെ ഗൈഡും അതെല്ലാം കൂടി ചേർത്തിട്ട് 2 ഗൈഡും 7 ടെക്സ്റ്റ് ബുക്കുകളും കൂടി ചേർത്തിട്ട് 3450 രൂപയാണ് വരുന്നത്. 3450 ആണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പരീക്ഷ, അതിന്റെ നടത്തിപ്പ്, സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവുകയാണ്. അപ്പോ അതിലിങ്ങനെയാണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നാടകം അടുത്ത ഒരു ബെല്ലോടുകൂടി ആരംഭിക്കുന്നതാണ്. പള്ളിപ്പറമ്പിൽ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നതാണ്. നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് സ്റ്റേജിലേക്ക് കടന്നു വരാവുന്ന എല്ലാ ദീപവിധാനങ്ങളും അടച്ചു തന്ന് സഹകരിക്കണം. അപ്പൊ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാ ദീപവിധാനങ്ങളും നിങ്ങൾ അടച്ചു കൊടുക്കും. അപ്പൊ നാടകക്കാരന്റെ കമന്റ് അകലെ കപ്പലണ്ടി കച്ചവടക്കാരന്റെ പെട്രോമാക്സിന്റെ ലൈറ്റ് സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. കപ്പലണ്ടി കച്ചവടക്കാരൻ പെട്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടതാണ്. ഓക്കെ, അപ്പൊ അടുത്തവരോട് കൂടിയിട്ട് നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടന്നു വരികയാണ്. അത് പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്. പ്ലേസ്മെന്റ് നിങ്ങള് സമയം കളയാൻ വേണ്ടിയിട്ടല്ല ഇവിടെ പഠിക്കാൻ വന്നിട്ടുള്ളത് ആണോ? അല്ലേ അല്ല. വെറുതെ ഇരിക്കുകയാണ്, ബോറടി മാറ്റാൻ വേണ്ടി പഠിക്കാൻ വന്നതാണോ? അല്ല. ജോലി നേടാൻ വേണ്ടി വന്നവരാണ് ബഹുഭൂരിപക്ഷം. ജോലി നേടുന്നതിന് പ്ലേസ്മെന്റ് വേണം. പ്ലേസ്മെന്റ് ആര് തരും? അവിടെയാണ് ഒരു ചോദ്യം, പുതിയൊരു ഉത്തരവും വരുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ വീണ്ടും ഇവിടെ പറയുകയാണ്. സ്മാർട്സ് തരും. യോ ഞാൻ പറയുന്നത് കേൾക്കട്ടെ. സ്മാർട്സ് തരുമോ? ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ശങ്കരൻ ചേട്ടന്റെ കടയിൽ, പച്ചക്കറി കടയാണ് ശങ്കരൻ ചേട്ടന്റെ കട. ശങ്കരൻ ചേട്ടന്റെ കടയിൽ 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ. 1 കിലോ ബീറ്റ്റൂട്ടിന്റെ വില 100 രൂപ. 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ. 1 കിലോ ക്യാരറ്റിന് 100 രൂപ. 1 കിലോ ബീറ്റ്റൂട്ടിന് 100 രൂപ. അവിടെ നിന്ന് 10 മിനിറ്റ് കൂടി നടന്നാൽ ശോശ ചേച്ചിയുടെ പച്ചക്കറി കടയുണ്ട്. അവിടെ 1 കിലോ ബീറ്റ്റൂട്ടിന് 50 രൂപ. 1 കിലോ ക്യാരറ്റിന് 50 രൂപ. 1 കിലോ ബീറ്റ്റൂട്ടിന് 50 രൂപ. 1 കിലോ ക്യാരറ്റിന് 50 രൂപ. ശങ്കരൻ ചേട്ടന്റെ കടയിൽ 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ. ബീറ്റ്റൂട്ടിന് കിലോ 100 രൂപ വില. ക്യാരറ്റ് മേടിച്ചാൽ ബീറ്റ്റൂട്ട് ഫ്രീ. ക്യാരറ്റിന് കിലോ 100 രൂപ. ശോശ ചേച്ചിയുടെ കടയിൽ 1 കിലോ ബീറ്റ്റൂട്ടിന് 50 രൂപ. 1 കിലോ ക്യാരറ്റിന് 50 രൂപ. രണ്ടുപേരും പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ്. അതേ തമ്പ് തിരിച്ചുകൊണ്ട് മറിച്ചുകൊണ്ട് പറയും. ഏതാണ്? പറഞ്ഞേ. രണ്ടുപേരും പറയുന്നത് ഒച്ചയിരക്കന്റെ കൂട്ടരെ. കമോൺ. അല്ല സാർ. അല്ല എന്ന് പറഞ്ഞത് വിശദീകരിച്ച്. കാരണം ഒരെണ്ണത്തില് നമുക്ക് ഓഫർ ചെയ്യാണ്, ഓപ്ഷണലാണ്. നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ മാത്രം നമുക്ക് 100 രൂപയുടെ നമുക്ക് ചൂസ് ചെയ്യാം. കാരണം നമുക്കിപ്പോ ക്യാരറ്റ് വേണമെന്നുണ്ട് പറഞ്ഞാൽ മാത്രം നമുക്ക് 50 രൂപ കൊടുത്തിട്ട് ക്യാരറ്റ് വാങ്ങിക്കാം.
നമുക്ക് ക്യാരറ്റ് മാത്രമാണ് വേണ്ടിന്ന് പറഞ്ഞാൽ 50 രൂപ കൊടുത്തു പറഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് കിട്ടും. നടക്കൂല. ശങ്കരചേട്ടൻ നടക്കൂല. 1 കിലോ ക്യാരറ്റിന് 100 രൂപ. പക്ഷെ ചേച്ചിയുടെ കടയിൽ നടക്കുമല്ലോ. ചേച്ചിയുടെ മേടിച്ചാല് 50 രൂപ അത് മേടിക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാം ഈ കഥ നിങ്ങളാലോചിക്കൂ. ഈ പുള്ളിക്കാരൻ എന്ത് പറ്റി പച്ചക്കറിയുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. ഉച്ചക്ക് വന്നിരുന്ന ഈ കഥ ഞങ്ങളോട് പറയുന്ന വല്ല കാര്യമുണ്ട്. അവരെങ്ങനെയെങ്കിലും പച്ചക്കറി കച്ചവടം നടത്തട്ടെ. അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ശങ്കരൻ ചേട്ടൻ അവതരിപ്പിക്കുന്ന സ്റ്റൈൽ ഓഫ് മാർക്കറ്റിംഗ്, അതിന് ഒരു പ്രശ്നമുണ്ട്. അതെന്താ പ്രശ്നം? ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തോ അധികമായി ശങ്കരൻ ചേട്ടന്റെ കഥയിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളൊരു ഫീൽ നമുക്ക് വരുന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കാര്യത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ടി വിയിൽ പരസ്യം കണ്ടിട്ടുള്ള കുറെ പരസ്യങ്ങളുണ്ട്. ആ പരസ്യത്തിനകത്ത് പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി 100% പ്ലേസ്മെന്റ്. ഒരു സ്ഥാപനം പറയാൻ കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണേ. പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി 100% പ്ലേസ്മെന്റ്. സ്മാർട്ട് ശ്രീ പറയുന്നു, അത് ടി വിയിൽ പരസ്യമുള്ള ഒരു സ്ഥാപനമാണ്. സ്മാർട്ട് ശ്രീ പറയുന്നു പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. What is the difference between 100% placement and 100% placement assistance? ആരെങ്കിലും പറയാം? നിങ്ങൾക്ക് എന്താ തോന്നിയത്? 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നൽ എന്താണ്? അതൊന്ന് പറഞ്ഞു. 100% പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അവരത് നമുക്ക് പ്ലേസ്മെന്റ് ഉറപ്പ് തരുവാണ്. ആ സമയത്ത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എവിടെയൊക്കെ ജോലി ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് അസിസ്റ്റ് ചെയ്ത് പറഞ്ഞു തരുന്നുള്ളൂ. നമ്മൾ നമ്മുടെ കാലിബറിൽ ജോലി കണ്ടെത്തുക. ഇത് ഞാൻ വിശദീകരിക്കാം. പറഞ്ഞ കൃത്യമായ കാര്യമാണ്. 100% പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് ലഡുപൊട്ടും. എന്താ? അവിടെ 80,000 രൂപ കൊടുത്ത് പഠിച്ചാൽ എന്താ? ആദ്യത്തെ 10,000 രൂപ ഒരുമിച്ച് കൊണ്ടുവന്ന് അടച്ചാൽ എന്താ? പിന്നെയും എല്ലാ മാസവും 10,000 വെച്ച് അടച്ചാൽ എന്താ? പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ജോലി ഉറപ്പല്ലേ തമ്പുരാനെ എന്ന് നമുക്ക് തോന്നും. ഇവിടെ പഠിച്ചാലോ? ഇവിടെ പഠിച്ചാൽ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഒക്കെ ഉള്ളൂ, ജോലി കിട്ടുന്ന ഉറപ്പില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. ഓക്കെ, അവിടെയാണ് അതിന്റെ പ്രശ്നം. അവിടെ 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളും ഇവിടെ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളും ഒന്നു തന്നെയാണ്. എന്താണ് ചെയ്യുന്നത്? 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്നു, എവിടെയൊക്കെ വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിട്ട് നിങ്ങളോട് പറയുന്നു. ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് ഇന്റർവ്യൂ ഉണ്ട്, CV അയക്കണം. നിങ്ങൾ CV അയച്ചു. ഇത് തന്നെ സ്മാർട്ട് സീഡ് പ്ലേസ്മെന്റ് ടീമും പറയുന്നു. എന്ത് പറയുന്നു? ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് CV അയക്കുക, ഇന്റർവ്യൂവിന് അവിടെ കോൾ ഫോർവേഡ് ചെയ്യുന്നു, നിങ്ങൾ പോയി ഇന്റർവ്യൂവിന് പങ്കെടുക്കുക. സെയിം കാര്യം തന്നെ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പറഞ്ഞ സ്മാർട്ട് ശ്രീയും ചെയ്യും. 100% പ്ലേസ്മെന്റ് പറഞ്ഞ അവരും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പറഞ്ഞ ഞങ്ങളും ചെയ്യുന്നത് ഒരേ കാര്യം. നിങ്ങൾ ജോലി സ്ഥലത്തെത്തിയിട്ടോ, ഇന്റർവ്യൂവിന്റെ സ്ഥലത്തെത്തി, സ്മാർട്ട് ശ്രീയുടെ സ്റ്റുഡന്റ് കൊണ്ട് വേറെ ഈ 100% പ്ലേസ്മെന്റ് പറഞ്ഞ സ്ഥലത്തെ സ്റ്റുഡന്റ് ഉണ്ട്. നിങ്ങൾ ഇന്റർവ്യൂ നടക്കുന്ന റൂമിന്റെ ഡോർ സ്റ്റെപ്പ് വരെ അവിടെ വരെ എത്തി. ഓക്കെ, ആരാണ് ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക് തനിച്ച് കയറേണ്ടത്? ആമോ? ഒരു ഇന്റർവ്യൂവിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഒറ്റക്ക് പോകുന്നതിലോട്ട്? വിളിക്കപ്പെടുന്ന കാൻഡിഡേറ്റ്, അതായത് നിങ്ങൾ ഒറ്റക്ക് പോകുന്നതിനകത്തേക്ക്. 100% പ്ലേസ്മെന്റ് പറഞ്ഞ സ്ഥാപനത്തിന്റെ പ്രതിനിധിക്ക് നിങ്ങളോടൊപ്പം വരാൻ സാധിക്കുമോ? സാധിക്കില്ല. ഇല്ല. ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു സ്ഥാപനത്തിലേക്ക് ഒരു തൊഴിലാളി, ഒരു ഉദ്യോഗാർത്ഥിയെ ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന് പറഞ്ഞേ. അപ്പോ ഒരു ജോലിക്കാരെ ക്ഷണിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ശമ്പളം തരാൻ വേണ്ടിയിട്ടാണോ? അല്ല, ജോലിക്ക് വേണ്ടിയിട്ട്. അവരുടെ ബിസിനസിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ. ബിസിനസ് എന്താ ലക്ഷ്യം? ബിസിനസിന്റെ ലക്ഷ്യം ലാഭമാണ്. ലാഭം എന്ന് പറയുന്ന അവരുടെ ബിസിനസിന്റെ ലക്ഷ്യം ഏറ്റവും മികച്ച നിലയിൽ പൂർത്തീകരിക്കാൻ മികച്ച ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ ആണ് അവർക്ക് വേണ്ടത്.
ഇന്ന സ്ഥാപനത്തിൽ പഠിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ഇന്റർവ്യൂവിലെ നിയമനം, മറിച്ച് ഇന്റർവ്യൂവിനെ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ നിയമനം. സ്കില്ല് പോയിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. ഇന്റർവ്യൂവിൽ നിങ്ങൾ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത്. മറ്റേ 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഫ്രോഡുലന്റ് ആയ, വഞ്ചനാപരമായ, തട്ടിപ്പായ ഒരു വാഗ്ദാനമാണ്. ഞങ്ങള് അങ്ങനെ ഒരു തട്ടിപ്പായ വാഗ്ദാനം കൊടുക്കാൻ തയ്യാറല്ല. എന്താ തട്ടിപ്പാണെന്ന് പറയാൻ കാരണം ഞാൻ പറയാം. ഒരു വിദ്യാർത്ഥി ആദ്യമായിട്ട് അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്, ഒരു സ്ഥാപനത്തിലേക്ക് വിളിക്കുകയാണ്. നിങ്ങൾ ഫീസ് അടച്ചോ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ വിദ്യാർത്ഥിയെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ഈ വിദ്യാർത്ഥിയുടെ അക്കാദമിക് മികവ് എന്താണെന്ന് അറിയില്ല. പെർഫോമൻസ് ലെവൽ എന്താണെന്ന് അറിയില്ല. ഐക്യു ലെവൽ എന്താണെന്ന് അറിയില്ല. വർക്ക് സ്റ്റൈൽ എന്താണെന്ന് അറിയില്ല. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു വിദ്യാർത്ഥിയോട് നിങ്ങൾ പൈസ അടച്ചോ 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് തെറ്റായ ഒരു ഓഫർ കൊടുക്കുക. മനസ്സിലായി. അതുകൊണ്ടാണ് ഞങ്ങൾ തട്ടിപ്പെട്ട് പറഞ്ഞത്. ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരു മനുഷ്യരോട് നിങ്ങൾ പൈസ അടച്ചോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്നോ നിങ്ങളുടെ പഠന നിലവാരം എത്രത്തോളം മെച്ചപ്പെട്ടതാണോ നമ്മളെല്ലാവരും പഠിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. അതല്ലോ ചില ആൾക്കാർ 2 ബിരിയാണി തിന്നും, ചില ആൾക്കാർ 1 ബിരിയാണി തിന്നും. ചില ആൾക്കാർ 5 പാഠം ഒറ്റക്ക് പഠിക്കും, ചില ആൾക്കാർ അരപ്പാഠം ഒറ്റക്ക് പഠിക്കും. ചില ആൾക്കാർക്ക് 3 വട്ടം വായിച്ചാൽ പഠിക്കാൻ പറ്റുള്ളൂ, ചില ആൾക്കാർക്ക് എഴുതിയാൽ പഠിക്കാൻ പറ്റുള്ളൂ. ചില ആളുകൾക്ക് ഉച്ചത്തിൽ വായിച്ച് പഠിച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ. ചില ആളുകൾ കാല് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടായിരിക്കും വായിച്ച് പഠിക്കുന്നത്. ചില ആളുകൾക്ക് രാത്രിയാണ് പഠിക്കാൻ പറ്റുള്ളൂ, ചില ആളുകൾക്ക് വെളുപ്പിനെ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരാണെന്നേ, നമ്മുടെ പെർഫോമൻസ് ലെവൽ വ്യത്യസ്തമാണെന്നേ, നമ്മുടെ അക്കാദമിക് മികവ് വ്യത്യസ്തമാണെന്നേ, നമ്മൾ ഓരോരുത്തരും പെരുമാറുന്നത് വ്യത്യസ്ത രീതിയിലാണെന്നേ, നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്, നമ്മുടെ പഞ്ച്വാലിറ്റി വ്യത്യസ്തമാണ്. 9:00 സ്കൂളിൽ വന്നെന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും 9:00 വരും. ചിലപ്പോൾ 9:35 ആവും. ചില വിദ്യാർത്ഥികൾ 9:04 വരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകുന്നത്. അത് ഓരോ മനുഷ്യന്റെ ഒരു ചിന്തയുടെയും സാമൂഹ്യ ജീവിതത്തിന്റെ ഒക്കെ ഭാഗമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഒന്നും അറിയാത്തൊരു വിദ്യാർത്ഥിയോട് ഈ തെറ്റായിട്ടുള്ള ഓഫർ പറഞ്ഞു കൊടുക്കാം. അതാണ് ഈ 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നതിൽ തട്ടിപ്പ് എന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായി. ഇന്റർവ്യൂവിനകത്ത് പെർഫോം ചെയ്യുക എന്നുള്ള ഒരു വിദ്യാർത്ഥിക്ക് നിയമനം കിട്ടുന്നതിനുള്ള അടിസ്ഥാനമാണ് കേട്ടോ. അപ്പൊ ഇന്റർവ്യൂവിനകത്ത് പെർഫോം ചെയ്യാൻ എന്ത് വേണം? ഇവിടെ 2 പ്രസവവും കഴിഞ്ഞ് അമ്മായിയച്ഛനെയും അമ്മായിയമ്മനെയും നോക്കി ഇതെല്ലാം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സിൽ കയറിയിട്ടുള്ള നമ്മളോട് ഇനി കോഴ്സ് പഠിച്ച് പരീക്ഷ വാങ്ങാൻ വേണം. 5-6 പേര് ഇരിക്കുന്ന ഇന്റർവ്യൂ മോഡിന് മുന്നിൽ ഒറ്റയ്ക്ക് ചെന്നിരുന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണെന്ന് പറയുന്നത് എങ്ങനെ സാധിക്കും? അപ്പോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കോഴ്സ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ഗ്രൂമിങ്. എന്താണ് ഇന്റർവ്യൂ ഗ്രൂമിങ് എന്ന് വെച്ചാൽ? എന്താണ്? ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് അറിയിച്ചു കൊടുക്കുന്നു. കല്യാണത്തിന് അന്ന് രാവിലെ കണ്ടിട്ടില്ലേ മണവാട്ടിനെയും മണവാളനെയൊക്കെ ഇങ്ങനെ അണിയിച്ചു കൊടുക്കുന്നത്? അതുപോലെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ നടക്കുന്ന പോലെയാണോ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിലേക്ക് നടന്നു ചെല്ലേണ്ടത്? വീട്ടിലിരിക്കുന്ന പോലെയാണ് ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ചെന്ന് കസേരയിലിരിക്കേണ്ടത്? കൈകൾ വെക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ കണ്ണുകള് ഐയുടെ ദൃഷ്ടി, ഐ കോണ്ടാക്ട് അതെങ്ങനെയാണ് ഇരിക്കേണ്ടത്? ഇതെല്ലാം ഇന്റർവ്യൂ ഗ്രൂമിങ്ങിൽ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞുതരും. നമ്മൾ ഇരിക്കേണ്ട പോസ്റ്റർ എന്താണ്, നമ്മുടെ ജസ്റ്റേഴ്സ് എന്താണ്, നമ്മളെങ്ങനെ സംസാരിച്ചു തുടങ്ങണം, നമ്മുടെ സല്യൂട്ടേഷൻ അഭിസംബോധന എന്തായിരിക്കണം, നമ്മൾ ഫയൽ എടുത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു കാര്യമുണ്ടെന്ന്. ഫയൽ നേരെ സാറേ ഫയൽ എന്ന് പറഞ്ഞ് ചപ്പാച്ചു പോകാൻ തുറന്നെടുത്ത് കൊടുക്കലല്ല. മനസ്സിലായ? അതിനോടൊന്നും പറഞ്ഞ ലോകത്തിന്റെ സ്റ്റൈലുണ്ട്. ഇതെല്ലാം ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ നോട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകളെ നോട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോ ഇത്തരം കാര്യങ്ങളുടെ ഇന്റർവ്യൂ ഗ്രൂമിങ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ആ ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെയും അക്കാദമിക് മികവിന്റെയും അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അവിടെ ചെന്ന് നിങ്ങളോട് 10 ചോദ്യം ചോദിച്ചു. 8 ചോദ്യം ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മനസ്സിലായോ? വാട്ട് ഈസ് ദ കളർ ഓഫ് ഓക്സിജൻ സിലിണ്ടർ? സാർ അത് പഠിപ്പിച്ചത് ഞാൻ ക്ലാസ്സിൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ, മിണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് നിയമനം കിട്ടുമോ? നിയമനം കിട്ടൂല.
മനസ്സിലായോ? നിങ്ങള് പഠിച്ചിട്ടുള്ള മേഖലയിലെ പ്രൊഫഷണൽ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതാണ്. അത് നമ്മൾ എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മള് എല്ലാ ജില്ലകളിലെയും തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലകളിലെയും ഹോസ്പിറ്റലുകളിൽ നിന്നും വേക്കൻസികൾ നമ്മൾ എടുക്കും. ഇന്റർവ്യൂവിന് ഡേറ്റ് എടുത്ത് നിങ്ങൾക്ക് തരും. CVIC ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറയും. മനസ്സിലായി? ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യേണ്ടത് നിങ്ങളാണ്, നിശ്ചയമായും നിങ്ങളാണ്. ആ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്. ഈ കാര്യം എല്ലായ്പ്പോഴും ഓൺലൈനിൽ വെച്ചേക്കേണ്ട ഒരു കാര്യം. ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണോ ഞങ്ങളുടെ ആവശ്യം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ആരുടെ ആവശ്യമാണ്? നിങ്ങളെക്കാൾ കൂടുതൽ ആവശ്യം ഞങ്ങൾക്കാണെങ്കിൽ എന്താ കാര്യം എന്ന് പറയും? എന്താ കാര്യം? അതിനുള്ള പറയാവോ? കമോൺ. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയ്യോ, ഒന്നും കേട്ടില്ല സാറില്ല. ഞാൻ തന്നെ പറയാം, സമയമില്ല. ഞാൻ തന്നെ പറയാം. അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ജോലി കിട്ടുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. ഞങ്ങൾക്ക് അടുത്ത ബാച്ചിലേക്ക് കിട്ടുന്ന ഒരു എൻട്രി ആണത്. നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാത്തും തൊട്ടപ്പുറത്തെ കുടുംബശ്രീ ചേച്ചി ഇവരെല്ലാവരും ചോദിക്കാം, മോളെ നീ എവിടെയാ പഠിച്ചത്? ഇന്ന സ്ഥലത്താണ് പഠിച്ചത്. അവരും വന്നിവിടെ ചേരുന്നു. അപ്പൊ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ജോലി കിട്ടുക, ജോലി വാങ്ങിത്തരിക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്, ഞങ്ങളുടെ ദൗത്യമാണ്. ഞങ്ങളുടെ പ്ലേസ്മെന്റ് ടീം അതിനോടൊപ്പം നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലും ഉണ്ടാവും. പ്ലേസ്മെന്റ് ടീമേ ഞങ്ങൾക്ക് ഒരു 6 പേരടങ്ങുന്ന ഒരു പ്ലേസ്മെന്റ് ടീം ഉണ്ട്. അവര് വിവിധ സ്ഥലത്ത് നിന്ന് വേക്കൻസികൾ ഇങ്ങനെ ഡിഗ്രി ഡെയിലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലകളിലും എല്ലാ ദിവസവും എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ജോലി കിട്ടിയിട്ടുള്ള 10,000-കണക്കിന് ആളുകളുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട്. ജോലി കിട്ടാത്തവരുണ്ട്. കുറെ പേര് ജോലിക്ക് പോകാത്തത് പല കുടുംബ സാഹചര്യങ്ങള് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊണ്ടാണ്. ഇത് ശ്രമിച്ചെടുക്കിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ജോലി കിട്ടിയിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഒരു വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഇന്റർവ്യൂവിന് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഇത് കഴിഞ്ഞാലോ, ഇതൊക്കെ കഴിഞ്ഞിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺവെക്കേഷൻ ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷെ പലരും കോൺവെക്കേഷൻ പങ്കെടുത്തിട്ടുണ്ടാവില്ല. നിങ്ങളെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടിയതായിട്ടാണ്. പാല് തിളപ്പിക്കുമ്പോഴും ബിരിയാണി വെക്കുമ്പോഴും പച്ചക്കറി വെക്കുമ്പോഴും ചപ്പാത്തിക്ക് പറത്തുമ്പോഴും കണ്ടും കേട്ടും പഠിച്ച ക്ലാസ്സുകൾ, ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് അകത്ത് രാത്രി ഉറക്കം വെച്ചിരുന്ന് പഠിച്ച പാഠങ്ങൾ, ആ പാഠങ്ങളൊക്കെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നേടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള വിജയം, ആ വിജയത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺവെക്കേഷൻ സെറമണി, നിങ്ങളുടെ സ്നേഹിതർ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ കൂട്ടുകാർ, കുടുംബാംഗങ്ങൾ ഇത് കണ്ണടച്ചിരുന്ന് ആലോചിച്ച് നോക്കിയ വലിയൊരു വേദിയിൽ വെച്ച് പൂത്തിരികളൊക്കെ കത്തുന്ന ഒരു വേദിയിൽ വെച്ചിട്ടേ നിങ്ങൾ കോൺവെക്കേഷൻ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വേദിയിൽ കയറി കയ്യടിയാൻ മുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ആർപ്പുവിളിയുടെ ഒരു അന്തരീക്ഷത്തിനകത്ത് വലിയൊരു വേദിയിൽ കയറി വിജയം തുടിക്കുന്ന കണ്ണുകളോടെ തലയെത്തിപ്പിടിച്ച് നട്ടലിൽ നിവർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ ഞാൻ വിജയിച്ചിരിക്കുന്നു, എന്റെ ജീവിതത്തിലെ വിജയത്തിന്റെ അഭിമാനപ്രോജനായ നിമിഷമായി ഈ നിമിഷത്തെ ഞാൻ അടയാളപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങള് ഈ സർട്ടിഫിക്കറ്റ് വേദിയിൽ കയ്യിൽ വാങ്ങാമെന്ന്. ഇത് വാങ്ങുമ്പോൾ പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് നിങ്ങളുടെ കാർത്തൂനെയും അമ്മായിയായിരിക്കും. എന്നോട് വളരെ പറയാനുണ്ട്, സാർ ആ വീട്ടിൽ കയറി വന്ന ആളുകൾ ഏറ്റവും പറയുന്നതാണ് നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. അവരുടെ മുമ്പിൽ ഒന്ന് ജയിച്ച് കാണിച്ചു കൊടുക്കണം സാറേ. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളും നമുക്കുണ്ട്. അപ്പോ അങ്ങനെ ആ രീതിയിൽ വന്നിട്ട് അഭിമാനത്തോട് കൂടിയിട്ട് അത് വാങ്ങുന്ന ഒരു കോൺവെക്കേഷൻ, അങ്ങനെ കോൺവെക്കേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നതാണ്. അതൊക്കെ പരീക്ഷയ്ക്ക് കഴിയുന്ന സമയത്ത് വിശദമായിട്ട് അതിന്റെ കാര്യങ്ങൾ പറയുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഓൺലൈനിൽ നിന്ന് എടുത്ത് നിങ്ങളോട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെന്റ് വളരെ സന്തോഷത്തോടു കൂടി വളരെ തുറന്നു ചോദിക്കുക. എന്തായാലും തുറന്നു ചോദിച്ചോളാം. എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് തുറന്നു ചോദിക്കാം. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്നെ വിളിക്കാം. ഞാൻ എന്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരുമ്പോ വീഡിയോ കാണാൻ പറ്റുന്നില്ലേ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്ന് അകത്തേക്ക് കടന്നു വരും. ചില സാങ്കേതിക തടസ്സങ്ങൾ ഓൺലൈൻ ആയതിന്റെ പേരുള്ള പരിമിതികൾ ഉണ്ടാകും. എല്ലാവർക്കും വീഡിയോ കാണാൻ പറ്റുന്നില്ല, അങ്ങനെയാണ്.
കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് സംശയങ്ങളിലേക്ക് കിടക്കാം. സംശയങ്ങളുടെ വിദ്യാർത്ഥികൾ കടന്നു വരികയാണ്. ഓരോരുത്തരായി പേര് പറഞ്ഞുകൊണ്ട് സംശയങ്ങൾ ചോദിക്കാം. സാർ, FTC കാനഡ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് നമ്മൾ എക്സ്ട്രാ ഫീസ് പേ ചെയ്യേണ്ടി വരുമോ? ഫീസ് പേ ചെയ്യേണ്ട ഫീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് വിദേശത്തേക്ക് പോകണം എന്നുള്ളവർ മാത്രം മേടിച്ചാൽ മതി, അല്ലാത്തവർ വാങ്ങേണ്ടതില്ല. വിദേശത്തേക്ക് പോകാനായി താല്പര്യമുണ്ട്. എന്റെ ഒപ്പം പഠിച്ച ലില്ലി അവളെ ഗൾഫിൽ പോയി, കയ്യുമെന്നറിയാൻ വളയിട്ടിരിക്കുന്നു, വെച്ചിരിക്കുന്നു, കാർ മേടിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്കും വിദേശത്തേക്ക് പോകണം എന്ന് ചിന്തിക്കുന്നവരാണ് നമുക്ക് ഇപ്പൊ തോന്നിയിട്ടില്ലെങ്കിൽ പിന്നീട് തോന്നുന്നാണെങ്കിലോ? STC ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റിന് ഡിപ്ലോമക്കാർ 1500 രൂപയും PGക്കാർ 1800 രൂപയുമാണ് അടക്കേണ്ടത്. ഓക്കെ, അത് പോണം എന്നുള്ളവർ മാത്രം മേടിച്ചാൽ മതി, പോകണ്ട എന്നുള്ളവർ മേടിക്കേണ്ടതില്ല. പിന്നീട് ഒരു ആവശ്യം വന്നാലോ? പിന്നീട് ഒരു ആവശ്യം വന്നിട്ട് നിങ്ങൾ കിട്ടുന്നതല്ല. അതുകൊണ്ട് പിന്നീട് പോകാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നവർ, അടുത്ത കൊല്ലം എന്റെ തീരുമാനം മാറും എന്ന് ചിന്തിക്കുന്നവർ ഇപ്പോഴേ മേടിച്ചു വെച്ചോളണം. കാരണം എന്താണെന്ന് അറിയോ, പിന്നീട് കിട്ടൂല എന്ന് പറയാൻ കാരണം അതൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ കൊല്ലമാണ് കോഴ്സ് പൂർത്തിയാക്കിയത് 2025. നിങ്ങൾ 2026 സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോഴേ അത് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് അത്ര ഡേറ്റ് ആയിരിക്കും, 1.5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ്. ഇതുകൊണ്ട് എംപ്ലോയറെ മുമ്പിൽ ചെന്നാൽ അപ്പയ്ക്ക് ആസ് തീരുന്നത് മനസ്സിലായില്ലേ? ഒരു കോഴ്സിന്റെ 2 സർട്ടിഫിക്കറ്റില് 2 ഇഷ്യൂ ഡേറ്റ്, ഒരു കൊല്ലത്തെ വ്യത്യാസം, അത് പ്രശ്നമാണ്. അപ്പോ ആ എക്സാം കഴിഞ്ഞ ഇപ്പൊ അടക്കേണ്ടതിന്റെ പൈസ കേട്ടോ, ഈ പൈസക്ക് എക്സാമിന്റെ സമയത്ത് അടച്ചാൽ മതി. എക്സാമിന്റെ സമയത്ത് പൈസ അടച്ചാൽ മതിയാണ് കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർ, ഇപ്പൊ ഞാൻ ഡിപ്ലോമയ്ക്കാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി PG വേണം തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് എങ്ങനെ എടുക്കാൻ പറ്റുമോ? ഡിപ്ലോമയ്ക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങരുത്. PGയിലേക്ക് നേരെ കൺവേർട്ട് ചെയ്യാം. ഡിപ്ലോമയുടെ എക്സാം സമയത്ത് പറഞ്ഞാൽ മതി എനിക്ക് PG കൂടി ചെയ്യണം എന്ന് ആ സമയത്ത് പറഞ്ഞാൽ മതി, ഇപ്പൊ പറയണ്ട. ആ സമയത്ത് പറഞ്ഞാൽ മതി PGയോട്. ഒരു കാരണവശാലും ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നിൽക്കരുത്. കാരണം ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നിന്നാണ് PG സർട്ടിഫിക്കറ്റ് പിന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ 2000 രൂപ അധികമായി അടക്കേണ്ടി വരും. മനസ്സിലായി? ഓക്കെ. ഹലോ, പറയൂ. നമുക്കിപ്പോ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചാൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഇപ്പൊ എടുത്താൽ പിന്നീട് എപ്പോഴെങ്കിലും യൂസ് ചെയ്താൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇപ്പൊ എടുത്ത് വെച്ചാൽ 2 ഇയർ 3 ഇയർ കഴിഞ്ഞാലും കാർത്തിക ഇതൊന്ന് ടൈപ്പ് ചെയ്തിട്ടാണോ? കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് കേൾക്കുന്നില്ല. കമന്റ് ബോക്സിൽ കുറച്ച് സംശയങ്ങൾ എന്തൊക്കെയോ വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ട്രാൻസാക്ഷൻ ശരി. ഗുഡ് ആഫ്റ്റർനൂൺ ക്ലാസ്സിന് കൂടിയിട്ട് സംശയങ്ങൾ വന്നാക്കുന്നത്. സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാന്ന് തോന്നി ഫീസ് കുറവായിട്ട്. ഓക്കെ, അതിന്റെ കാര്യം നമ്മൾ വിശദീകരിച്ചു. അടുത്ത കോൺവെക്കേഷൻ സെറമണി ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ്. ഓക്കെ, റൈറ്റ്, താങ്ക് യു സാർ. വീഡിയോ കാണാൻ പറ്റുന്നില്ല. SDC സർട്ടിഫിക്കറ്റ് കിട്ടാൻ മുന്നേ പറയണോ? എക്സാം സമയത്ത് പറഞ്ഞാൽ മതി. SDC സർട്ടിഫിക്കറ്റ് കിട്ടാൻ എക്സാമിന്റെ സമയത്ത് പറഞ്ഞാൽ മതി. സാർ, മെയിൻ എക്സാം എത്ര എക്സാം ഉണ്ടാകും? 4 എക്സാം ഉണ്ടാകും. 4 എക്സാം ആയിരിക്കും. ഒരു പേപ്പറിൽ ഒരു ദിവസം വെച്ചായിരിക്കും എക്സാം. ഓരോ ദിവസവും ഓരോ എക്സാം ആയിരിക്കും. കാർത്തിക ബാലുവിന്റെ സംശയം വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഇപ്പോ എടുത്തിട്ട് നമ്മൾ ഇപ്പോ പോയില്ലെങ്കിലും പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ? പിന്നെ പറ്റൂല. നമ്മള് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക്. ഇപ്പൊ വാങ്ങി വെക്കണമെന്നേ പറഞ്ഞോളൂ കേട്ടോ. ശരി, അടുത്ത ചോദ്യം. സാർ, നമ്മളിപ്പോ ഈ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് അപ്പോൾ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് അപ്പോൾ നടന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്കൊരു പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? നമ്മുടെ ഇവിടെ നിന്നുള്ള പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പ്ലേസ്മെന്റ് എപ്പോഴും ഉണ്ടാകും. നമുക്കൊരു ബ്രേക്ക് വന്നാൽ തന്നെ
ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ആ, പറയൂ. ഇവിടെ ഓൾറെഡി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ ഡിപ്ലോമ എടുത്തിട്ട് അതിപ്പം 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ PG-യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും? ഓക്കെ, പറയാം. ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഡിപ്ലോമക്ക് ചേർന്നിട്ടുള്ള വിദ്യാർത്ഥിനികൾക്ക് PG-യിലേക്ക് പോകാനായി സാധിക്കുന്നതാണ്. അത് ഡിപ്ലോമയുടെ 4 എക്സാമുകൾ കഴിഞ്ഞിട്ടാണ് PG-യുടെ ക്ലാസ് ആരംഭിക്കുന്നത്. ഡിപ്ലോമയുടെ എക്സാം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ PROമാരോട് പറഞ്ഞാൽ മതി. പേയ്മെന്റ് ടീമിലെ PRO എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീസ് കളക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ വിളിക്കുന്ന ആളുകളാണ്. അവരോട് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്ത് പറയണം? ഞങ്ങൾക്ക് PG-യിലേക്ക് ചേരാം എന്ന് പറഞ്ഞാൽ അവർ ചേർത്ത് തരും. ഒരു കാരണവശാലും ഡിപ്ലോമയുടെ മാത്രമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നിങ്ങൾ നിൽക്കരുത്. അങ്ങനെ വാങ്ങിയാൽ 2000 രൂപ നിങ്ങൾ അധികം അടക്കേണ്ടതായി വരും പിന്നീട്. ആ 2000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാനാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാം. PG-യുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞേ? PG-യുടെ അടിസ്ഥാന യോഗ്യത എന്താണ്? ഡിഗ്രിയാണ്. ഡിഗ്രി ഇല്ലാത്തവർക്ക് PG ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഓക്കെ, ഞാൻ പറയാം. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കോട്ടോ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്കൊരു കല്ലുകടി വരാൻ പോകുന്ന ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചിരിക്കുന്നത്. ഡിഗ്രി ഇല്ലാത്ത വിദ്യാർത്ഥികൾ, അതായത് +2 ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സിന്റെ PG ചെയ്യാനായി സാധിക്കുന്നതാണ്. എങ്ങനെയാണ്? അങ്ങനെ PG ചെയ്താൽ അത് വാലിഡ് ആകുമോ? സംശയം ഇപ്പൊ തന്നെ വന്നു. ഞാൻ വിശദീകരിക്കാം, ഒന്ന് കേൾക്കണേ. വിദ്യാഭ്യാസ മേഖലയിലെ കോഴ്സുകളെ 2 തരം കോഴ്സുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് അക്കാദമിക് കോഴ്സുകളെന്നും രണ്ടാമത്തേത് സ്കിൽ കോഴ്സുകൾ എന്നും പറയും. ഒന്നാമത്തേത് അക്കാദമിക് കോഴ്സ്, രണ്ടാമത്തേത് സ്കിൽ കോഴ്സ്. അക്കാദമിക് കോഴ്സുകൾ ഏതൊക്കെയാണ്? BA, BCom, BSc, MBA, BBA, MSc, MA, MCom. ഇതെല്ലാം എന്ത് കോഴ്സാണ്? അക്കാദമിക് കോഴ്സാണ്. സ്കിൽ കോഴ്സുകൾ എന്തൊക്കെയാണ്? DTP, വർക്ക്ഷോപ്പ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, പ്ലംബിംഗ് വർക്കർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, ഒപ്താൾമോളജിസ്റ്റ്, HR മാനേജ്മെന്റ്. ഇതെല്ലാം സ്കിൽ കോഴ്സുകളാണ്. അപ്പോ അക്കാദമിക് കോഴ്സുകളുണ്ട്, സ്കിൽ കോഴ്സുകളുണ്ട്. അക്കാദമിക് കോഴ്സുകളിൽ PG ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് നിർബന്ധമാണ്? എന്ത് നിർബന്ധമാണ്? ഡിഗ്രി വേണം. BA ഇല്ലാത്ത ഒരാൾക്ക് MAയോ MComോ ചെയ്യാൻ സാധ്യമല്ല. BCom ഇല്ലാത്ത ഒരാൾക്ക് MCom ചെയ്യാൻ സാധ്യമല്ല. BSc ഇല്ലാത്ത ഒരാൾക്ക് MSc ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ സ്കിൽ കോഴ്സുകൾക്കകത്ത് ശ്രദ്ധിച്ചു കേൾക്കണേ, സ്കിൽ കോഴ്സുകൾക്കകത്ത് അങ്ങനെയൊരു നിബന്ധനയില്ല. അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള +2 ഉണ്ടെങ്കിലും അവർക്ക് PG ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന, സർട്ടിഫിക്കേഷൻ കൗൺസിലുകാർ കൊടുക്കുന്ന ഒരു പിന്നെ എന്താ പറയാ, ഒരു അവൈലബിലിറ്റിയാണ്, ഒരു ലഭ്യത. പറഞ്ഞോട്ട് സലീന, എന്നിട്ട് ചോദിച്ചു. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. സ്കിൽ കോഴ്സുകൾക്ക് +2 ഇല്ലാതെ ഡിഗ്രി ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ചില സ്കിൽ കോഴ്സുകളെ കുറിച്ച് ഞാൻ പറയാം. DCA എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതൊരു സ്കിൽ കോഴ്സാണ്. എന്താണ് അതിന്റെ ഫുൾ ഫോം അറിയോ? DCA, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതെ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന്റെ പേരെന്താണ്? PGDCA, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. PGDCA ചെയ്യാനായി ഡിഗ്രി ആവശ്യമുണ്ടോ? ഇല്ല. PGDCA ചെയ്യാൻ ഡിഗ്രി ആവശ്യമില്ല. പക്ഷെ അത് PG പ്രോഗ്രാം അല്ലേ? അതെ, DCAയുടെ PG പ്രോഗ്രാം ആണ് PGDCA. എന്നാൽ PG ചെയ്യാനായി ഡിഗ്രി ആവശ്യമില്ല. അതൊരു സ്കിൽ കോഴ്സ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു
സ്കിൽ കോഴ്സ് ആണ്. അതുകൊണ്ട് +2 അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് ലാറ്ററൽ എൻട്രി സ്കീമിൽ 2000 രൂപ അധികമായി എക്സാം ഫീസ് അടച്ച് PG ജോയിൻ ചെയ്യാൻ സാധിക്കും. അതായത് 13,000 രൂപയാണ് എക്സാമിന് PGയുടെ ആകെ ഫീസ്. അതിന് എക്സാം ഫീസ് വരുന്നുണ്ട്, എന്തോ 1,800 മറ്റോ അല്ലേ ഞാൻ പറഞ്ഞത്. ആ ഫീസ് കൂടാതെ 2000 രൂപ അധികമായി ആര് +2 മാത്രമുള്ള ഒരാളാണ് PG ചെയ്തതെങ്കിൽ. ഡിഗ്രി ഉള്ള ആളാണ് ചെയ്തതെങ്കിൽ അയാള് എക്സാം ഫീസ് 1,800 രൂപ അടച്ചാൽ മതി. പക്ഷെ +2 ഉള്ള ഒരാളാണ് PG ചെയ്യുന്നതെങ്കിൽ അയാള് 1,800 + 2,000 അടക്കണം. അങ്ങനെ PG ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ലാറ്ററൽ എൻട്രി സ്ട്രീം പ്രകാരമാണ് അത് ചെയ്യാനായി സാധിക്കുന്നത്. ക്ലിയർ? ഓക്കെ, സംശയം അതിന്റെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം. സാർ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മളിപ്പോ പാരാമെഡിക്കൽ കോഴ്സുകൾ ഒക്കെ ഡിപ്ലോമ ആയിട്ട് എടുത്തതിന് ശേഷം അതിന്റെ PG എന്ന് പറയുന്നത് ഒരു 2 years അല്ലെങ്കിൽ 3 years ഒക്കെ അല്ലേ വരുന്നത്. അപ്പം ഇത് നമ്മൾ PG എടുക്കുന്നത് 3 months അല്ലേ? ഡിപ്ലോമ കഴിഞ്ഞിട്ട് 3 months മാത്രമല്ലേ? അപ്പൊ അതൊരു വാല്യുബിൾ ആയിട്ടുള്ളതാണോ? പറയാം. ഇറ്റ് ഈസ് നോട്ട് എ പാരാമെഡിക്കൽ കോഴ്സ്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഇത് യഥാർത്ഥത്തിൽ ഹെൽത്ത് കെയർ കോഴ്സാണ്. ആണോ? അല്ല, അപ്പം ഏത് കോഴ്സ് ആണെങ്കിലും നമ്മൾ അതിന്റെ PG എടുക്കുന്ന ഡ്യൂറേഷൻ ഒന്ന് മ്യൂട്ട് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് ഒരു പാരാമെഡിക്കൽ കോഴ്സ് അല്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ, സ്വകാര്യ ആശുപത്രികളിലെ 35% വരുന്ന നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഉള്ള വേക്കൻസികളിലോട്ട് ജോലി നേടുന്നതിനുള്ള കോഴ്സാണ്. പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളിലെ 65% വരുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ജോലി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. ഒന്ന്. രണ്ടാമത്തേത് PG എന്ന് പറയുന്നത് 3 മാസത്തെയല്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ PG പ്രോഗ്രാം എന്ന് പറയുന്നത് 10 മാസത്തെയാണ്. 10 സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ 12 മാസത്തെയാണെന്നോ ആയിട്ടാണ് അടയാളപ്പെട്ടി വരുന്നത്. 10 മാസം കൊണ്ടാണ് നമ്മൾ ക്ലാസ് ഫിനിഷ് ചെയ്യുന്നത്. അത് ഡിപ്ലോമ കോഴ്സ് ആയിട്ടല്ല. അത് നിങ്ങൾക്ക് സംശയം വരാൻ കാരണം ആദ്യത്തെ 4 ഡിപ്ലോമക്ക് ഉള്ളതാണല്ലോ. ആദ്യത്തെ 4 പിന്നീട് 3 കൂടി ചേരുന്നതാണ് PG കോഴ്സ്. അവസാനത്തെ 3 മാത്രം ചേരുന്നതല്ല PG കോഴ്സ്. 10 മാസത്തെ ഡ്യൂറേഷൻ ആണ് PG കോഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത്. PGDCയുടെ കാലാവധി 1 വർഷമാണ്. ഇപ്പൊ 6 മാസം കൊണ്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ മറ്റൊരു ഭീമ ചോദിച്ചിട്ട് ക്ലാരിറ്റി പറ്റാൻ മറ്റൊരു കാര്യം കൂടി പറയാം. അത് ശ്രദ്ധിച്ചാൽ പാരാമെഡിക്കൽ കോഴ്സിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള 2 കോഴ്സുകളാണ്. ഒരു കോഴ്സ് പറയാൻ ഫാർമസി അസിസ്റ്റന്റ് കോഴ്സ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫാർമസി അസിസ്റ്റന്റ് 2 വർഷത്തെ കോഴ്സാണ്. ഞങ്ങൾ നടത്തിയിരുന്നതാണ്. ഈ 2 വർഷത്തെ കോഴ്സ് എങ്ങനെയാണ് 2 വർഷമാകുന്നത്? രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയും പഠിപ്പിക്കുന്നില്ലാണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയും പഠിപ്പിക്കില്ല. മനസ്സിലായോ? അത് ഒരു ദിവസത്തിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ആണ് അതിന്റെ ക്ലാസ്. ഇപ്പോ നിങ്ങൾ പഠിക്കുന്ന ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഇത് വേണം എന്നുണ്ടെങ്കിൽ 1.5 മാസം കൊണ്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാം. പറ്റില്ലേ? രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം 4 മണി വരെ ക്ലാസ്, കണ്ടിന്യൂസ് ക്ലാസ്. 1.5 മാസം വരെ പഠിപ്പിച്ചു തീർക്കാനായിട്ട് നിങ്ങൾക്ക് ദിവസേന 2 മണിക്കൂർ വീതം മാത്രമാണ് ക്ലാസ്. അതുകൊണ്ടാണ് 6 മാസം കിടക്കുന്നത്. അതല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് പഠിക്കാവുന്ന സിലബസേ ഉള്ളൂ ഇതിനകത്ത്. ഈ പാരാമെഡിക്കൽ കോഴ്സുകളിലെ പല കോഴ്സുകളും ഇതുപോലെ തന്നെയാണ്. 2 മണിക്കൂർ കൊണ്ടൊക്കെ പഠിച്ചെടുക്കാവുന്ന കോഴ്സുകളാണ്. ഇപ്പൊ ഫാർമസി അസിസ്റ്റന്റ്, നേഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, ലാബ് അസിസ്റ്റന്റ് ഉണ്ട്, അസിസ്റ്റന്റ് കോഴ്സ്. രാവിലെ ഒടുങ്ങി വൈകുന്നേരം വരെയും പഠിക്കണ്ട. രാവിലെ ഒടുങ്ങിട്ട് ഉച്ചവരെ മതി, അല്ലെങ്കിൽ ഉച്ച ഒടുങ്ങിട്ട് വൈകുന്നേരം വരെയും മതി. ഓക്കെ, അപ്പോ ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് PG കോഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 മാസമല്ല, അത് 10 മാസമാണ്. ക്ലിയർ? ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് PSC എക്സാം എഴുതാൻ പറ്റും? PSC എക്സാം എഴുതാൻ പറ്റില്ല. എന്താ PSC എക്സാം എഴുതാൻ പറ്റാത്തത്? കമോ, ആരെങ്കിലും ഒരാൾ ബുദ്ധിപൂർവ്വം ഒന്ന് ആലോചിച്ചിട്ട് പറയാമോ? പറയുന്നു തെറ്റിപ്പോട്ടെ.
PSC എക്സാം എഴുതാൻ പറ്റൂല. എന്താ കാരണം? PSC എന്തിനു വേണ്ടിയുള്ളതാ? ഗവൺമെന്റ് അപ്രൂവ് പബ്ലിക് സർവീസ് പറഞ്ഞേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഗവൺമെന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. എന്താ പബ്ലിക് സർവീസ് കമ്മീഷൻ? കേരളത്തിലെ പബ്ലിക് സർവീസിലേക്ക് ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നതിന് വേണ്ടി, ജോലിക്കാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷ ബോർഡാണ് PSC. അത്രയും മനസ്സിലായല്ലോ. കേരളത്തിലെ സർക്കാർ വിഭാഗത്തിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷാ ബോർഡാണ് PSC എന്ന് പറയുന്നത്. PSC ആളുകൾ എടുക്കുന്നത് എങ്ങോട്ടേക്ക് വേണ്ടിയിട്ട്? സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ്. ശ്രദ്ധിച്ച് കേൾക്കേണ്ട പോയിന്റ്. ഏതെങ്കിലും ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അടിസ്ഥാന യോഗ്യതയായി ഏതെങ്കിലും തസ്തികകളിലേക്ക് PSC അപേക്ഷ ക്ഷണിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇത് PSC അംഗീകാരം ഇല്ലാത്തത്. ഇത് എങ്ങോട്ടേക്ക് വേണ്ടിയിട്ടുള്ളതാ? സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റലുകളിലേക്ക് വേണ്ടിയുള്ള വേക്കൻസികൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ അതിനൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാനൊരു കാര്യം കൂടി പറയാം. സർക്കാർ ആശുപത്രികൾ എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള സർക്കാർ ആശുപത്രികളുണ്ട് പ്രധാനമായിട്ട്. മെഡിക്കൽ കോളേജ് കൂടാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തേത് പ്രൈമറി ഹെൽത്ത് സെന്റർ. അത് പഞ്ചായത്തിന്റെ കീഴിലായി. താലൂക്ക് ആശുപത്രികൾ ഉണ്ടാവും. അത് മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരിക്കും. പിന്നെ ജില്ലാ ആശുപത്രികൾ ഉണ്ടാകും. അത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലായിരിക്കും. ഓക്കെ. ഈ ആശുപത്രികളിലോട്ടൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുള്ള ആളുകൾ എടുക്കുന്നുണ്ട്. പക്ഷെ അത് PSC വഴിയല്ല. അതെടുക്കുന്നത് ഓരോ ഹോസ്പിറ്റലുകളിലും ഒരു HMC എന്ന് പറയുന്ന കമ്മിറ്റി ഉണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്നാണ് പറയുന്നത്. അത് ഏത് മുനിസിപ്പാലിറ്റി, ഒരു മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഏത് പാർട്ടിയാണോ ആ പാർട്ടിയിലെ അംഗങ്ങൾ പ്രധാനമായും, പിന്നെ പ്രതിപക്ഷത്തുള്ള 1-2 ആളുകൾ, അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ചേരുന്നതായിരിക്കും ഒരു ഹോസ്പിറ്റൽ. പ്ലീസ് മ്യൂട്ട്. ഞാൻ മ്യൂട്ട് ചെയ്യണേ. അപ്പോ ഓരോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റികളും അവിടെ താൽക്കാലികമായ ആളെടുക്കും. ഹോസ്പിറ്റലുകളിലേക്ക് താൽക്കാലികമായിട്ടാണ് ആളെടുക്കുക. സ്ഥിരം നിയമനം നടത്താനായിട്ടുള്ള അധികാരം അവർക്കില്ല. താൽക്കാലികമായിട്ടുള്ള നിയമനം എന്ന് വെച്ചാൽ 20 കൊല്ലം പണിയെടുക്കാൻ പറ്റും. 20 കൊല്ലം. പക്ഷെ താൽക്കാലിക ഡെയിലി വേജസിലായിരിക്കും പണിയെടുക്കുക. അങ്ങനെ പണിയെടുക്കാനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് സാധിക്കും. അവർക്ക് വലിയ പ്രയോറിറ്റി കിട്ടും. ആ മേഖലയിൽ വലിയ പ്രയോറിറ്റി കിട്ടും. അത് എപ്രകാരം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിക്കുന്നത്. അത് 99% പൊളിറ്റിക്കൽ നിയമനങ്ങൾ കൂടി ആയിരിക്കും. ശ്രദ്ധിച്ചു കേട്ടോ. പൊളിറ്റിക്കൽ നിയമനങ്ങളായിരിക്കും. ഏത് പാർട്ടിക്കാണോ ആ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ സ്വാധീനമുള്ളത് അവര് പറയുന്ന പോലെയാണ് അവിടെ നിയമനം നടക്കുന്നത്. അങ്ങനെ കേട്ടിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ കേട്ടോ. സ്ഥിര നിയമനമാവില്ല, ഡെയിലി വേജസിന് പണിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് കിട്ടും നിങ്ങൾ പറഞ്ഞത്? ഗവൺമെന്റ് കിട്ടുന്നല്ല ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് ആശുപത്രികളിൽ താൽക്കാലിക വേതനം. ഓക്കെ. ശരി, അടുത്ത ചോദ്യം. സംശയമൊക്കെ കഴിഞ്ഞോ? എന്ത് തന്നെയായാലും ജോലി കിട്ടുന്നുള്ള കാര്യം ഉറപ്പായില്ലേ? എന്ത് തന്നെയായാലും ജോലി ഉറപ്പാന്നുള്ളത് ഉറപ്പായില്ലേ? കാരണം അനന്തമായ സാധ്യതകളുള്ള കോഴ്സാണ്. പുതിയ കാലത്തിന്റെ കോഴ്സാണ്. ഞാൻ 14 വർഷക്കാലമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇത്രയേറെ സാധ്യതയുള്ള കോഴ്സ് ഇതുവരെ അവിടെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് തള്ളി കയറി വരുന്നത്. മനസ്സിലായില്ലേ? പഠിക്കുന്നതിന് ഉദാഹരണമായിട്ടും ജോലി ലഭിക്കുന്നത്. ഇവിടെ ഈ ഹോട്ടലുകൾ വളരുന്ന പോലെയാണ് ഹോസ്പിറ്റലുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഹോസ്പിറ്റലുകൾ വളർന്നുകൊണ്ടിരിക്കുക. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഇതിലേക്ക് അവസാനിപ്പിക്കാം, കൺക്ലൂഡ് ചെയ്യാം.
സർ PG സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ഒരാൾക്ക് ഡിപ്ലോമ മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടാണോ വരുന്നത്? ആഡ് ചെയ്ത് കിട്ടും. അപ്പൊ എക്സാം ഫീസും PGയുടേതും ഡിപ്ലോമയുടേതും സെപ്പറേറ്റ് അടയ്ക്കണോ? വേണ്ട. PG വിദ്യാർത്ഥിയാണെങ്കിൽ ആകെ 1800 രൂപ അടച്ചാൽ മതി. PGയുടെ എക്സാം ഫീസ് മാത്രം അടച്ചാൽ മതി. അടച്ചാൽ മതി. അതിൽ ഡിപ്ലോമ ഇൻക്ലൂഡഡ് ആണ്. കുളം കുത്തുമ്പോഴേ കുളത്തിന്റെ നടക്ക് കുറ്റി വെച്ച് അങ്ങനെ കുറ്റി പറഞ്ഞു പോരും. ആ കുറ്റിയായിട്ട് പ്രത്യേകം പഠിക്കണ്ട കേട്ടോ. ക്ലിയർ? ഓക്കെ, ശരി ശരി. അടുത്ത ചോദ്യം. Okay, and proceed. And we proceed. സാർ ഒരു ഡൗട്ട് ചോദിച്ചിട്ട് നമ്മുടെ SCC സർട്ടിഫിക്കറ്റ് എല്ലാ GCC കൺട്രിക്കും അപ്രൂവ്ഡ് ആണോ? ഏത് സർട്ടിഫിക്കറ്റ് ആയിരുന്നു? SDC. SCC സർട്ടിഫിക്കറ്റ് GCC കൺട്രീസിലും അപ്രൂവ്ഡ് ആണ്. 140 ലോകരാഷ്ട്രങ്ങളിൽ ഔദ്യോഗിക വക്താവായ SDC കാനഡ. 140 കൺട്രീസ്. കേട്ടോ? ഓക്കെ താങ്ക് യു. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ ഇപ്പൊ പ്ലേസ്മെന്റിൽ സർ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ, നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു രീതിയിൽ നമുക്ക് തരുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണോ ഇതേപോലെ ക്ലാസ് റൂമിലാണോ എന്നൊരു എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ആദ്യത്തെ ഭാഗം ഞാൻ കേട്ടു. അതായത് പ്ലേസ്മെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ എന്താണ്? ഇന്റർവ്യൂ ഗ്രൂപ്പിന് നിങ്ങൾ ഇന്റർവ്യൂ ക്ലാസ് തരുന്നല്ലോ, എങ്ങനെ അറ്റൻഡ് ചെയ്യണം ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പറഞ്ഞു. അതിനുശേഷം ഇപ്പൊ നമ്മള് അതെല്ലാം റെഡി ആയതിനു ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലേസ്മെന്റ് ഉണ്ട്, ഇപ്പൊ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾ പറയുകയാണോ ചെയ്യുന്നത്? ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലകളിലെയും ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്, 100 ഹോസ്പിറ്റലുകൾ. അവിടെ നിന്നുള്ള വേക്കൻസീസ് നമ്മൾ എടുത്തു തരുന്നവർക്ക് ഇന്ന സ്ഥലത്ത് ഇന്റർവ്യൂസ് നടക്കുന്നെങ്കിൽ ഇന്ന സ്ഥലങ്ങളിൽ ഇത്ര ഇന്റർവ്യൂ നിങ്ങൾ സ്വീകരിക്കുക, നിർബന്ധമായും ചെയ്യുക എന്ന് നമ്മൾ പറയും. അങ്ങനെ ഇന്റർവ്യൂ നമ്മൾ സെറ്റ് ചെയ്ത് തരും. ഞാൻ പറയാൻ മനസ്സിലായി കൻസി? ഇന്റർവ്യൂ നമ്മൾ സെറ്റ് ചെയ്ത് തരും. ആ ഇന്റർവ്യൂ സെറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇന്റർവ്യൂവിൽ പോകേണ്ടത്, ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യേണ്ടത്. നമ്മുടെ പ്ലേസ്മെന്റ്സിൽ 3 തരത്തിലാണ് പ്ലേസ്മെന്റുകൾ എടുക്കുന്നത്. ഒന്നാമത്തേത് ഇങ്ങനെ എല്ലാ ആശുപത്രികളും വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് ആശുപത്രികൾ നമ്മളോട് വിളിച്ചു ചോദിക്കും, ഇങ്ങനെ ഇന്റർവ്യൂസിന് ഇത് വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പറയാറുണ്ട് നമ്മളോട്. ഇങ്ങനെ ഉദ്യോഗാർത്ഥികളുണ്ടോ, ഞങ്ങൾക്ക് ഇത്ര സ്റ്റാഫിനെ വേണം എന്ന് പറയും. പക്ഷെ നമ്മുടെ ക്ലാസ്സിലുള്ള പ്രശ്നം വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ്. മനസ്സിലായി? ഇപ്പൊ എറണാകുളം ജില്ലയിലുള്ള ഒരു ഹോസ്പിറ്റൽ വിളിക്കുന്നെങ്കിൽ എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് മാത്രമേ വേക്കൻസി കൊടുക്കാനായിട്ട് പൊതുവെ വെക്കാറുള്ളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ സർ. സർ നമുക്ക് ആഫ്റ്റർ പ്ലേസ്മെന്റ് സ്റ്റാർട്ടിംഗ് സാലറി എത്രയായിരിക്കും? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഓരോ ഹോസ്പിറ്റലുകളുടെയും മാനേജ്മെന്റ് പോളിസിയുടെയും പ്രൊഫൈല് ഈ മനസ്സിലാക്കിലാണ് ഓരോ സ്ഥലത്തെയും സാലറി പാക്കേജ് വരുന്നത്. സാധാരണഗതിയിൽ ഏറ്റവും ജൂനിയർ ആണോ ഞാൻ പറഞ്ഞത്? ഏറ്റവും ജൂനിയർ ഒരു 12,000 13,000 രൂപ മുകളിലേക്ക് ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ അടുത്ത് പ്ലേസ് ആയിട്ടുള്ള ബാംഗ്ലൂർ ലാസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ആദ്യ കുട്ടിയുണ്ട്, ഏറ്റവും ലാസ്റ്റ് പ്ലേസ് ആയിട്ടുള്ളത്. ആ കുട്ടിക്ക് 24,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി കിട്ടിയിട്ടുള്ളത്. ആ കുട്ടിക്ക് അവിടെ ഫാർമസി സൂപ്പർവൈസർ ആയിട്ടാണ് നിയമിച്ചിട്ടുള്ളത്, ബാംഗ്ലൂർ ആസ്റ്റർ മെഡിസിറ്റി. ഓക്കെ, അതുപോലെ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് പോളിസിയുടെ ഇതിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. കേട്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയുണ്ടോ ചോദ്യങ്ങൾ? ഇല്ല. സാർ, പ്ലേസ്മെന്റ് നമ്മുടെ കേരളത്തിനകത്ത് മാത്രമാണോ അതോ മറ്റു വിദേശ കേരളത്തിന്റെ അകത്തുള്ളത് മാത്രമാണ്. പുറത്തുള്ളത് വളരെ അപൂർവം മാത്രമേ നമ്മളെടുത്ത് പറയാറുള്ളൂ. നമ്മൾ തേടി കണ്ടുപിടിക്കാൻ നോക്കാറില്ല. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ പുറത്ത് അന്വേഷിക്കണമെങ്കിൽ നമ്മളെ പറയാം, അതായത് ഗൾഫിലേക്ക് അങ്ങനെയൊക്കെ നോക്കുമ്പോ എന്താണ് അബ്രോഡ് ജോലി അന്വേഷിക്കുമ്പോൾ ഞാൻ എന്റെ
കമന്റ് ബോക്സിൽ എന്റെ ഫോൺ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാവരും ആ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫോണിൽ. നിർബന്ധമായും സേവ് ചെയ്ത് വെക്കുക. ഇതിൽ നിന്നാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് ഇടുന്നത് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ വളരെ നിങ്ങൾക്ക് കിട്ടാതെ പോകരുത്. അതുകൊണ്ടാണ് എല്ലാവരും നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. 9235700300. ഇതാണ് എന്റെ ഫോൺ നമ്പർ. ഓക്കെ. അബ്രോഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ അറിയാം? അബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് അറിയാനായിട്ട് നമ്മുടെ പ്ലേസ്മെന്റ് അത് ചെയ്യുന്നില്ല. നമ്മുടെ പ്ലേസ്മെന്റ് ടീം അബ്രോഡ് വേക്കൻസീസ് എടുക്കാറില്ല. എന്തെങ്കിലും അറിയിപ്പ് വരികയാണെങ്കിൽ തരാം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനായി സാധിക്കുകയുള്ളൂ. ഓക്കെ. സംശയം എന്തെങ്കിലും ഉണ്ടോ? സംശയമൊന്നുമില്ല. ക്ലിയർ? ഓക്കെ. അപ്പോ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസിന്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഏത് തരത്തിലുള്ള സംശയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ രാത്രി 11 വരെയും എന്റെ ഫോൺ ഓൺ ആയിരിക്കും. ആ സമയം വരെയും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിളിച്ചിട്ട് എടുത്തിട്ടാണെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതിയാകും. ഞാനിത് ഏതെങ്കിലും ലൈവ് ക്ലാസ്സിലോ മറ്റേതെങ്കിലും മീറ്റിംഗോ ആണെങ്കിൽ മാത്രമാണ് എടുക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അതുപോലെ ആണെങ്കിൽ അവരെല്ലാവരെയും നിങ്ങളെല്ലാവരെയും തിരിച്ചു വിളിക്കുന്നതാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ. നിങ്ങൾ വലിയൊരു യാത്രയുടെ തുടക്കത്തിലാണ്. ഒരു യാത്രയും ഒരിടത്തും അവസാനിക്കുന്നുമില്ല, തുടരുന്നുമില്ല. എല്ലാ യാത്രകളും അനുസ്യൂതമെന്നാണ് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് കൊടുമുടി, മഞ്ഞ് പുതച്ചു കിടക്കുന്ന മരണം പുതച്ചു നിൽക്കുന്ന എവറസ്റ്റ് കൊടുമുടി. ആ കൊടുമുടിയെ കീഴടക്കുന്നതിന് വേണ്ടി 2 ചെറുപ്പക്കാർ കടന്നു വന്നു. അവരുടെ പേര് ടെൻസിംഗറും പിലാരിയുമാണ്. അവർ ഒറ്റച്ചാട്ടത്തിന് ഹനുമാൻ ചാടി കയറിയത് പോലെയാണോ എവറസ്റ്റിന്റെ കൊടുമുടിയിലെത്തിയത്? അല്ല. അവർ ഓരോരോ ചുവടുകൾ വെച്ച് തന്നെയാണ് ഏറ്റവും മുകളിലേക്ക് കയറിയത്. 3000 കിലോമീറ്റർ എന്തോ ദൂരം ഉണ്ടതിന്. അത്രയും ദൂരം അവർ നടന്നാണ് കയറിയത്. മരണത്തെയും മഞ്ഞിനെയും തണുപ്പിനെയും ഋതുഭേദങ്ങളെയും വകവെക്കാതെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ആ വിജയം നെയ്തെടുത്തത്. പ്രിയമുള്ളവരെ, ഒരൊറ്റ കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുന്ന ഏതൊരു വിജയവും നാം ചിന്തിച്ചുറപ്പിക്കുന്ന ലക്ഷ്യബോധത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും മനോഭാവത്തിന്റെയും അടിത്തറയിൽ നിന്ന് മാത്രമേ നമുക്ക് പണമുയർത്താനായി സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഈ കോഴ്സിനകത്ത് തുടരാനും, നിങ്ങളുടെ ജീവിത പ്രതിസന്ധിക്കകത്ത് ഒരു സമയത്ത് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ട്, ഒരു ലീഡിങ് ആവശ്യമുണ്ട്, ഒരു ദിശ കാണിച്ചു തരണം, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ ഉഴലുന്നു എങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് ആ നിമിഷം ആ നമ്പറിലേക്ക് വിളിക്കാം. സ്മാർട്ട് സിയുടെ ഒരു മോട്ടിവേഷൻ കൗൺസിലിംഗ് ടീമുണ്ട്. ആ ടീമിൽ നിന്ന് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും മാനസിക പിന്തുണയും ഉണ്ടാകുന്നതാണ്. എന്തായാലും ഇത്രയും നേരം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായി സാധിച്ചതിനുള്ള സന്തോഷം പങ്കുവെക്കുന്നു. ഓക്കെ. നമുക്കിനി കോൺവെക്കേഷൻ വേദിയിൽ വെച്ചിട്ട് അഭിമാനം തുടിക്കുന്ന, വിജയം തുടിക്കുന്ന കണ്ണുകളോടുകൂടി, സന്തോഷം നിറഞ്ഞ മുഖത്തോടുകൂടി നിങ്ങൾ ഓരോരുത്തരെയും കാണുവാനായി എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ ബൈ. താങ്ക് യു സർ.